ഓക്കെ, ഗുഡ് ഈവനിങ്. വളരെ മനോഹരമായ ഒരു ദിവസം. ആ ദിവസത്തിന്റെ സായം സന്ധ്യയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വളരെയധികം തിരക്കുകളുണ്ട്. തിരക്കുകളുടെ ഇടയ്ക്കെല്ലാമാണ് നമ്മൾ കുറച്ച് സമയം നമ്മുടെ സുഹൃത്തോ പരിചയക്കാരനോ ബന്ധുവോ ക്ഷണിച്ചപ്പോൾ ഈ മീറ്റിംഗ് ഹാളിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയത്തെ പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ ദൈവം നമ്മളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ തുടക്കം ഒരു പ്രാർത്ഥനയോടെ കൂടി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം എല്ലാവരും മനസ്സറിഞ്ഞ് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ മനസ്സിലായ കാര്യങ്ങളെ പ്രാവർത്തികമാക്കാൻ, അത് ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്രദമാക്കി മാറ്റാൻ ദൈവത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട്, വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ ആശയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. എൻ്റെ പേര് അബ്ദുൽ മജീദ് എന്നാണ്. സ്വദേശം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ്. ഈ ആശയം എൻ്റെ കയ്യിൽ ലഭിക്കുന്നത് 2024 ഏപ്രിൽ മാസം 2-ാം തീയതിയാണ്. അത് രാത്രി 7:36 എന്തുകൊണ്ടാണ് തീയതിയും സമയവും ഉൾപ്പെടെ ഞാൻ ഈ ആശയത്തെക്കുറിച്ച് സംസാരിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമാണ്. ജീവിതത്തിൽ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ചില കാഴ്ചപ്പാടുകൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പല ആശയങ്ങളുടെ ഒരു സമന്വയം ഈ ആശയത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന വിശ്വാസം എന്നിലേക്ക് ആർജിപ്പിക്കാൻ ഈ ആശയം സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് അങ്ങനെ ആയിത്തീരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, മാറ്റങ്ങൾ കണ്ടവരാണ്. പണ്ട് പോസ്റ്റ്മാൻ കൊണ്ടുവന്നിരുന്ന ലെറ്ററിൽ നിന്നും മാത്രം ആശയങ്ങൾ കൈമാറുന്ന അവസ്ഥയാണെങ്കിൽ ഇന്ന് വാട്സപ്പ് മെസ്സേജും ജിമെയിലും മറ്റും വൈഡായിട്ട് യൂസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആശയങ്ങൾ വളരെ ഈസി ആയിട്ട് പങ്കുവയ്ക്കുന്ന ആൾക്കാരായി നമ്മൾ മാറിക്കഴിഞ്ഞു. നമ്മുടെ ഷോപ്പിംഗ് സ്റ്റൈൽ മാറിക്കഴിഞ്ഞു. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ മാറ്റങ്ങൾ എത്രമാത്രം വലുതാണെന്ന് ചിന്തിച്ചാൽ മതി. എവിടെ നിന്നാണ് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത്? ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ടെക്നോളജി എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ്. കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ എത്രമാത്രം ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് ടി വി, റേഡിയോ, ടേപ്പ് റെക്കോർഡർ, ക്യാമറ, ഇങ്ങനെ ഒരുപാട് ഡിവൈസുകൾ വേണമെങ്കിൽ ഇതെല്ലാം ഇന്നൊരു മൊബൈൽ ഫോണിലേക്ക് നമ്മൾ ഒരുക്കി തരുന്ന സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ലോകം മാറ്റത്തിന്റെ കൂടെയാണ്. മാറ്റത്തോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവർക്കും ആ മാറ്റങ്ങൾ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ അതിൽ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താറുണ്ട്. ആ ബിസിനസ് അവസരത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താറുണ്ട്. തീർച്ചയായും നമുക്കും അത്തരമൊരു ആശയത്തിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു മാറ്റത്തെക്കുറിച്ച്, ആ മാറ്റത്തിന്റെ ചില സാധ്യതകളെ കുറിച്ച്. ആ സാധ്യതകളെല്ലാം ഫിനാൻഷ്യൽ സർവീസ് സെക്ടറുമായിട്ടാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഫിൻടെക് മേഖലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളല്ല, ഒരുപാട് കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നേട്ടങ്ങളിലേക്ക് കുതിക്കേണ്ടതാണ്. തീർച്ചയായും ആ കുതിപ്പിലേക്ക് നമ്മളെ നയിക്കുന്ന ചില പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിക്കും. ഈ സെക്ടറിൽ ലോണുകളുണ്ട്, ഇൻഷുറൻസ് സെക്ടർ ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട്, ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്, ഡിജിറ്റൽ ടോക്കൺസ് ഉണ്ട്, ക്രിപ്റ്റോ കറൻസി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സാധ്യതകളാണ് ഫിൻടെക് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാനുള്ളത്. നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു ആശയം, ഫെമിലിയർ ചെയ്യാവുന്ന ഒരു പുതിയ മെത്തേഡ്, ഒരു പുതിയ ഐഡിയ, ഒരു പുതിയ മാത്തമാറ്റിക്സ്. ആർ യു റെഡി ഫോർ ദാറ്റ്? അത് കണ്ടെത്താൻ, അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ തയ്യാറായതുകൊണ്ടാണ് തീർച്ചയായും ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കും അത്തരം ഒരു മേഖലയിലേക്ക് കടന്നു വരാം. അതിന് പറ്റുന്ന ഒരു ആശയമാണ് ടെതർ ഓഷ്യൻ എന്ന സിസ്റ്റത്തിലൂടെ നമ്മുടെ മുമ്പിൽ ലഭിക്കുന്നത്. സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്റ്റ് ആണ് ടെതർ ഓഷ്യൻ. അതിന്റെ പ്രസന്റേഷൻ പ്രോഗ്രാമിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. എന്താണ് ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം? എന്ത് വ്യത്യസ്തതയാണ് ടെതർ ഓഷ്യനിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ഇതൊരു കമ്മ്യൂണിറ്റി എംപവർമെന്റ് ചെയ്യാൻ പറ്റുന്ന, ഡിജിറ്റൽ ടോക്കൺസിനെയും ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിനെയും സമന്വയിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്.
കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള വിർച്വൽ ടോക്കൺസ് അത് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യതകളുണ്ട്. പക്ഷെ എക്സ്പീരിയൻസുകൾ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കാം. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരിക്കുന്ന പല ടോക്കൺസും നമുക്ക് ഒരു എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടാകാം, ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടാകാം. പക്ഷെ ഇവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യപ്പെടാൻ പോകുന്ന, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പുതിയ പാർട്ടിസിപ്പേഷൻ അത് എത്രമാത്രം ഡെവലപ്മെന്റ് ഉണ്ടാക്കി തരുന്നതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ടെതർ ഓഷന്റെ ജേർണി ഡിജിറ്റൽ ടോക്കൺ രംഗത്ത് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു പുതിയ യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. എങ്ങനെയാണ് അത് നമുക്ക് ലഭിക്കുക? അതറിയണമെങ്കിൽ ടെതർ ഓഷന്റെ കീ ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നത് USDT എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി വഴിയാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും അതിന്റെ എല്ലാ സാധ്യതകളുമുള്ള ലിവറേജിങ്ങും നമുക്ക് USDT-യിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ആ സ്റ്റേബിൾ കോയിനാണ് ഈ സിസ്റ്റത്തിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പൂൾ അത് ടെതർ ഓഷന്റെ മാത്രമുള്ള പ്രത്യേകതയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലിക്വിഡിറ്റി പൂൾ ഒരുപാട് സിസ്റ്റങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, ലിക്വിഡിറ്റി പൂളിൽ ഡെവലപ്മെന്റ് കാണിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അത് ടെതർ ഓഷനിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സെക്യൂർ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻ ആണ് ടെതർ ഓഷൻ മുന്നോട്ട് വയ്ക്കുന്ന പ്ലാറ്റ്ഫോം. കമ്മ്യൂണിറ്റി സെൻട്രിങ് ആയിട്ടുള്ള ഗവേണൻസ് ആണ് ടെതർ ഓഷൻസിന്റെ പവർ. സോ ഈ കീ ഫീച്ചേഴ്സിനെ വച്ചുകൊണ്ട് ടെതർ ഓഷന്റെ പ്രൊജക്റ്റിനെ നമുക്കൊന്ന് വിലയിരുത്താൻ ശ്രമിക്കാം. ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു വേവ്സ് സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ 100% കോൺഫിഡൻസോട് കൂടി ടെതർ ഓഷനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ടെതർ ഓഷന്റെ അഡ്വാൻറ്റേജിലേക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ ബൈയും ഓരോ സെല്ലും ഇവിടെ പ്രൈസ് അപ്രീസിയേഷൻ കൊണ്ടുവരുന്നതാണ്. ഇതുവരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണതല്ലേ? ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടത് ആരെങ്കിലും ഈ മീറ്റിംഗ് ഹാളിൽ ഉണ്ടെങ്കിൽ, ട്രേഡിങ്ങുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഈ മീറ്റിംഗ് ഹാളിൽ സന്നിധനായിട്ടുണ്ടെങ്കിൽ അവരുടെ ചിന്തകളിലേക്ക് ഒരുപക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പോയിന്റ് ആണത്. ബൈ നടന്നാലും സെല്ല് നടന്നാലും വില കൂടും. ബയേഴ്സിന്റെ എണ്ണം കൂടിയാലും സെല്ലേഴ്സിന്റെ എണ്ണം കൂടിയാലും വില കൂടും. അതെങ്ങനെ പോസിബിൾ ആകും? തീർച്ചയായും ടെതർ ഓഷൻ എന്ന സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. റഗ് പുൾ ഇല്ലാത്തൊരു സിസ്റ്റമാണെന്ന് 100% അടിവരായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ അത് ടെതർ കോയിൻ മാത്രമായിരിക്കും. എന്താണ് റഗ് പുൾ? തുടക്കത്തിൽ വരിക, ഒരു മാസീവ് ആയിട്ടുള്ള മൊമെന്റം ക്രിയേറ്റ് ചെയ്യുക, അതിലൂടെ കുറെ ഫണ്ട് കളക്ട് ചെയ്യുക, ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടായി പോവുക. അങ്ങനെ ഒരു സാഹചര്യം ടെതർ ഓഷനിൽ ഉണ്ടോ? നമുക്ക് ഈ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ചെയിനിലേക്കൊന്ന് കടന്നു പോയാൽ, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മേഖലയാണ്. ലോകത്ത് ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇന്റർനെറ്റ് പോലെയാണ് ബ്ലോക്ക് ചെയിൻ. ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആരുടെയും ഉടമസ്ഥതയിലല്ല, സെയിം ബ്ലോക്ക് ചെയിനും ആരുടെയും ഉടമസ്ഥതയിലല്ല. ഇവിടെ BSC സ്കാൻ BP20 പ്ലാറ്റ്ഫോമിന്റെ ബ്ലോക്ക് ചെയിൻ അതാണ് ടെതർ ഓഷൻ ഉപയോഗിക്കുന്നത്. ആ ടെതർ ഓഷന്റെ പ്ലാറ്റ്ഫോം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോ ബാലൻസ് ഉള്ളത് 32,394 USDT ആണ്. അത്രയും ഡോളർ ഇപ്പോ നിലവിൽ ഈ സിസ്റ്റത്തിന്റെ ബാക്കപ്പിൽ ലിക്വിഡിറ്റിയിലുണ്ട്. ഈ സിസ്റ്റത്തിന്റെ ട്രാൻസാക്ഷൻസ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഓരോ ട്രാൻസാക്ഷനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമുക്കിവിടെ സാധിക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻസ് 17 മിനിറ്റ് മുമ്പ് ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, 1 മണിക്കൂർ മുമ്പ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, 1 മണിക്കൂർ മുമ്പ് ഇങ്ങനെ വ്യത്യസ്തമായ സമയങ്ങളിൽ ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ ഈ ട്രാൻസാക്ഷൻ എന്നാണ് തുടങ്ങിയത്? പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ട്രാൻസാക്ഷന്റെ ലാസ്റ്റ് പേജിലേക്ക് ഒന്ന് വരിക. ഇവിടെ വ്യൂ ഓൾ ട്രാൻസാക്ഷൻസ് എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആ ട്രാൻസാക്ഷനിലേക്ക് പോവുക, ലാസ്റ്റ് പേജിലേക്ക് ഒന്ന് കടന്നു വരിക. എല്ലാ ട്രാൻസാക്ഷന്റെയും പേജ് എടുത്തിട്ട് ലാസ്റ്റ് പേജിന്റെ ഏറ്റവും ഫസ്റ്റ് എൻട്രിയിലേക്ക് കടന്നു വരിക. 56 ദിവസങ്ങൾക്ക് മുമ്പ് ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 21-ാം തീയതി തുടങ്ങിയ ഒരു സിസ്റ്റമാണിത്. അപ്പൊ എത്ര സമയമായി? 56 ദിവസം. സോ 56 ദിവസം കൊണ്ട് നമുക്ക് ഈ സിസ്റ്റത്തിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? ഈ സിസ്റ്റം പറയുന്ന സയൻസ് കൃത്യമായി 56 ദിവസം വർക്ക് ചെയ്തോ? ഓരോ ദിവസത്തെയും ട്രാൻസാക്ഷനെ നമുക്ക് അനലൈസ് ചെയ്യാം. ഇതിനൊന്നും 5 ദിവസം മുടക്കില്ല കേട്ടോ. നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ മൊബൈലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് തന്നെ കളക്ട് ചെയ്യാൻ സാധിക്കും. ഈ സിസ്റ്റം ചെയ്യുന്ന നിങ്ങളെ പരിചയപ്പെടുത്തിയ സുഹൃത്തിനെയോ പരിചയക്കാരനെയോ വിളിച്ചാൽ
അദ്ദേഹത്തിന് നേരിട്ട് ഷെയർ തരാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് മുഴുവൻ. ഇവിടെ ഈ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാനുള്ള വേദി ഇത്തരത്തിൽ ഓപ്പൺ ആണെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി മടിച്ചു നിൽക്കണം? നമ്മൾ മടിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യങ്ങളും ഈ സിസ്റ്റത്തിലില്ല. സോ അത്തരത്തിൽ ഓപ്പണായി നിൽക്കുന്ന സിസ്റ്റം ആയതുകൊണ്ടാണ് 100% അടിവരായിട്ട് പറയാൻ പറ്റും ഇതൊരു റെക് പൾ ഇല്ലാത്ത സിസ്റ്റമാണെന്ന്. ഈ സിസ്റ്റത്തിന്റെ വേറൊരു പ്രത്യേകത പ്രീ മൈൻഡ് കോയിൻസ് ഇല്ല എന്നുള്ളതാണ്. ഏത് ടോക്കൺ പ്രോജക്റ്റും ആ പ്രോജക്റ്റ് മാർക്കറ്റിലേക്ക് സംസാരിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര മില്യൺ കോയിൻ ഉണ്ട് എന്നായിരിക്കും, അല്ലെങ്കിൽ ഇത്ര ബില്യൺ കോയിൻ ഉണ്ടെന്നായിരിക്കും. അതിൽ ഇത്ര പെർസെൻറ്റേജ് ഞങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു, ഇത്ര പെർസെൻറ്റേജ് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നു, ഇത്ര പെർസെൻറ്റേജ് ഞങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യുന്നു, ഇത്ര പെർസെൻറ്റേജ് ബേൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഒരു കണക്ക് അവതരിപ്പിക്കുന്നുണ്ടാകും. ഇത്തരത്തിലുള്ള കണക്കൊന്നും ടെതർ ഓഷനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 56 ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 0 കോയിനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ ആവശ്യക്കാർ വരുന്നതിനനുസരിച്ച് മാത്രമേ കോയിൻസ് മൈൻ ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ 10 ആവശ്യക്കാർ വന്നാൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് കോയിൻ മൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും. 11 ഒരാൾ വന്നില്ലെങ്കിൽ പുതിയ കോയിൻസ് പിന്നെ സൃഷ്ടിക്കപ്പെടുകയില്ല. 1000 ആൾക്കാർ വന്നു, അവർ ആവശ്യക്കാരായി വന്നാൽ അത്രയും കോയിൻസ് ജനറേറ്റ് ചെയ്യപ്പെടും, അവരുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം. ഓവറായിട്ടുള്ള കോയിൻസ് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. 4ാമത്തെ പോയിന്റ്, കോയിൻസ് ആർ ബേൺ വെൻ സോൾഡ്. അഴിക്കപ്പെടുമ്പോൾ ആ വിറ്റഴിക്കുന്ന അത്രയും കോയിൻ ബേൺ ചെയ്ത് പോകും, സിസ്റ്റത്തിൽ നിന്ന് ഇല്ലാണ്ടായി പോകും. സോ ഈ സിസ്റ്റം സംതിങ് ഡിഫറെന്റ് ആണ്. പ്രീ മൈൻഡ് കോയിൻസ് ഇല്ലാത്ത, സെല്ല് ചെയ്യുമ്പോൾ ബേൺ ചെയ്യപ്പെടുന്ന സയൻസ് ഇതുവരെ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ബേണിംഗ് പ്രോസസ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ ഉണ്ട്. അത് പല തരത്തിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് മാത്രം. ക്രിപ്റ്റോ കറൻസിയുടെ ഒരു മാസ്റ്റർ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്, ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് ബിറ്റ്കോയിനിലൂടെയാണ്. ബിറ്റ്കോയിൻ അത് ചെയ്യുന്നത് സപ്ലൈ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത് ഓരോ 4 വർഷം കൂടുമ്പോഴും ഹാവിംഗ് നടത്തും. ഇപ്പോ ലാസ്റ്റ് ഏപ്രിൽ ഹാവിംഗ് നടന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്. ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെല്ലാം ഉണ്ടോ അവരെല്ലാം അറിഞ്ഞതാണ് ഹാവിംഗ് നടന്നു കഴിഞ്ഞു. ഇനി അടുത്ത 4 വർഷം കഴിയുമ്പോൾ വീണ്ടും ഹാവിംഗ് നടക്കും. സപ്ലൈ മാർക്കറ്റിലേക്ക് ഇപ്പൊ എത്രയായിരുന്നു അത് പകുതിയാക്കും. ഇതാണ് അവർ ചെയ്യുന്ന പണി. സോ ഇവിടെ സപ്ലൈ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ സെൽ പ്രോസസ്സിലും ബേൺ ചെയ്ത് കളയുന്നു, ഓരോ സെൽ പ്രോസസ്സും ബേൺ ചെയ്ത് കളയുന്നു. സോ ഈ സിസ്റ്റത്തിൽ 1000 ആൾക്കാർ വന്നപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട കോയിൻ ഈ 1000 ആൾക്കാരും വിറ്റ് കഴിഞ്ഞാൽ 0 ആയി മാറും. 1000 ആൾക്കാരും അവരുടെ കയ്യിലുള്ള കോയിൻ വിറ്റു. വാങ്ങി വെക്കുന്ന സാധനം എപ്പോഴും വിൽക്കുമല്ലോ. അപ്പൊ ഗോൾഡ് നമ്മൾ വാങ്ങി, അത് വാങ്ങിയാൽ കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് ലാഭത്തിന് വേണ്ടി നമുക്ക് വിൽക്കില്ലേ? തീർച്ചയായും വിൽക്കും. അങ്ങനെ ലോകത്തുള്ള എല്ലാവരും ഗോൾഡ് വിൽക്കുന്ന ഒരു സാഹചര്യം ചിന്തിച്ചു നോക്കിയേ. ഈ ഗോൾഡ് അവിടെ ഡംപാവും, എവിടെ നിന്ന് പൈസ കിട്ടും? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഗോൾഡിന്റെ വില ഇടിഞ്ഞു പോകും, ശരിയല്ലേ? എല്ലാവരും വിൽക്കുന്ന സാഹചര്യം വന്നു, വാങ്ങാൻ ആളില്ല. പക്ഷെ ഇവിടെ വാങ്ങാൻ ആള് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമല്ല, വിൽക്കാനുള്ള ലിക്വിഡിറ്റി കൃത്യമായിട്ട് സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ഈ സിസ്റ്റത്തെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കും? എങ്ങനെ നമുക്ക് മനസ്സിലാകും? നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ഒരു അസറ്റിന്റെ വാല്യൂ നിർണ്ണയിക്കപ്പെടുന്നത്? ക്രിപ്റ്റോ കറൻസി രംഗത്ത് ഒരുപാട് ടോക്കൺസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പല ടോക്കണിന്റെയും സയൻസ് ഒരുപക്ഷെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അവർ പറയുന്നത് ഞങ്ങളൊരു പ്രൊജക്ട് കൊണ്ടുവരും, ആ പ്രൊജക്ട് അങ്ങനെയായിരിക്കും, ഈ പ്രൊജക്ട് ഇങ്ങനെയാക്കി തീർക്കും, ആ പ്രൊജക്റ്റിലൂടെ അങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടാക്കും, ഇങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടാക്കും, ഇത്ര യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും, മില്യൺസ് ഓഫ് യൂസേഴ്സ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ വാല്യൂ കയറും. സത്യത്തിൽ അതൊന്നുമല്ല വാല്യൂ. അതൊന്നുമല്ല വാല്യൂ. വാല്യൂ ആൻഡ് അസറ്റ്, അതിന്റെ ഒരു ഇക്വേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ: ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അസറ്റ്സ്. എത്ര ലിക്വിഡിറ്റി ഉണ്ട്, എത്ര കോയിൻ ഉണ്ട്, ഇതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ കോയിന്റെ വാല്യൂ ആയി. അത് ഏത് മെട്രിക്സിലാണ് എന്നുള്ള ബേസ് ചെയ്തിട്ടാണ്. ഏത് ബ്ലോക്ക് ചെയിനിലാണ്? പോളിഗോൺ ബ്ലോക്ക് ചെയിനിലാണോ, BP20യിലാണോ, എഥേറിയം ബ്ലോക്ക് ചെയിനിലാണോ, TRC20 പ്ലാറ്റ്ഫോമിലാണോ? അതിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന അസറ്റ് ആയിരിക്കും അവിടെ വെച്ചിട്ടുണ്ടാകും, ലിക്വിഡിറ്റി വെച്ചിട്ടുണ്ടാകും. TRC20 പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ട്രോൺ വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ട്രോൺ ബേസ് ചെയ്തുള്ള USDT വെച്ചിട്ടുണ്ടാകും. BP20 പ്ലാറ്റ്ഫോമിലാണെങ്കിൽ BNB വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന USDT വെച്ചിട്ടുണ്ടാകും. പോളിഗോൺ ബ്ലോക്ക് ചെയിനിലാണെങ്കിൽ മാറ്റിക് വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഡായ് വെച്ചിട്ടുണ്ടാകും. ഇതാണ് സിസ്റ്റം. ആ ലിക്വിഡിറ്റി എത്രയാണ്? അപ്പൊ $10,000 ലിക്വിഡിറ്റി ഉണ്ട്, 10,000 കോയിനും ഉണ്ട്. എങ്കിൽ ആ കോയിന്റെ വില എത്രയാ? 10,000 ഡിവൈഡ് ബൈ 10,000 എത്രയായി? $1. $1. സിമ്പിൾ. ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ആണ് ഒരു കോയിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയും സിമ്പിൾ ആണെന്ന് ആരും മനസ്സിലാക്കി തരുന്നില്ല. എന്തുകൊണ്ട്? ആ കോംപ്ലക്സിറ്റി, ആ അജ്ഞത, അത് തന്നെയാണ് അവരുടെ മുതലെടുപ്പ്. ടെതർ ഓഷൻ ആ സയൻസിനെ കൃത്യമായിട്ട് നമുക്ക് നിർവചിച്ചു തരുന്നു. എങ്ങനെ ഞങ്ങൾ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, എങ്ങനെ നമ്പർ ഓഫ് അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യും, ഈ മെയിൻറ്റെയിനിങ്ങിലൂടെ എങ്ങനെ കോയിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകും. ഇതാണ് ദ ബാലൻസ് ഇൻ ലിക്വിഡിറ്റി ആൻഡ് ദ വാല്യൂ. ടെതർ ഓഷൻ ഹാവ്
2 സയൻസ് ടെതർ കോഷനുണ്ട്. എന്തിനു വേണ്ടി? ലിക്വിഡിറ്റിയും അതിന്റെ വാല്യൂവും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ബൈയിങ് പ്രോസസ്സിൽ ഒരു 35% 52% അനുപാതം, 35% 52% എന്ന അനുപാതം, അത് ബൈയിങ് പ്രോസസ്സിൽ അവർ വച്ചിരിക്കുന്ന ഒരു സയൻസ് ആണ്. ഈ സയൻസ് ഒന്ന് പഠിക്കുക, വേറെ ഒന്നും നമുക്ക് വേണ്ട. സെല്ല് ചെയ്യുന്ന സമയത്ത് 10% ബേണിംഗ്, ഈ 2 പ്രോസസ്സും എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, ഇത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ലോകത്ത് ആരും ടെതർ ഓഷൻ ഇല്ലാതെ ഈ ഒരു പ്രൊജക്ട് മാർക്കറ്റിൽ നിന്ന് ഏറ്റെടുക്കില്ല. 100% ഷുവർ. സോ നമുക്കൊന്ന് ശ്രമിക്കാം, എങ്ങനെയാണ് സയൻസ് വർക്കൗട്ട് ആവുന്നത്. ദ പ്രൈസ് അപ്രീസിയേഷൻ ചാർട്ട് ഓൺ ബൈ ആൻഡ് സെൽ ആക്ടിവിറ്റി. ഈ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കാണാം, 16 ട്രാൻസാക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറെ ബൈ ഉണ്ട്, കുറെ സെല്ലുണ്ട്. ഈ ബൈയും സെല്ലും നടക്കുമ്പോൾ എങ്ങനെയാണ് ആക്ടിവിറ്റി നടക്കുന്നത്? നമുക്കറിയാം, ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലും 2 ആക്ടിവിറ്റിയാണുള്ളത്, ബൈ ആൻഡ് സെൽ. വാങ്ങണം, വിൽക്കണം, വാങ്ങണം, വിൽക്കണം, വാങ്ങണം, വിൽക്കണം. ശരിയല്ലേ? വാങ്ങുന്നവരുടെ എണ്ണം ഉണ്ടാവണം, വിൽക്കുന്നവരുടെ എണ്ണം ഉണ്ടാകണം. വാങ്ങുന്നവർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, വിൽക്കുന്നവർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇങ്ങനെയാണ് പറയാ, അല്ലെ? ഇവിടെ വാങ്ങുന്നവർ മാത്രം ഉണ്ടായാൽ വില കൂടിക്കൊണ്ടിരിക്കും, വിൽക്കുന്നവരുടെ മാത്രം ഉണ്ടായാലും വില കൂടിക്കൊണ്ടിരിക്കും. അതെങ്ങനെ? ഇതാണ് ടെതർ ഓഷനിൽ നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കേണ്ട വസ്തുത. നമുക്കത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു കണക്ക് അവതരിപ്പിക്കുകയാണ്. ഇതിന്റെ ഫസ്റ്റ് കോളം അത് ബൈ റേറ്റ് ആയിട്ട് $1 സെറ്റ് ചെയ്തേക്കാണ്. ഇവിടെ ഫൈനൽ കോയിൻ ഒന്നുമില്ല, ലിക്വിഡിറ്റി ഒന്നുമില്ല, കാരണം സിസ്റ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് മാർച്ച് 21 തുടങ്ങി എന്ന് ഇമാജിൻ ചെയ്യുക. ടെതർ ഓഷൻ തുടങ്ങിയത് 0.01 കേട്ടോ. പക്ഷെ നമ്മൾ കണക്കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടി $1 എന്നെടുത്തിരിക്കുകയാണ്. ഇവിടെ ബൈ ചെയ്യുന്ന ഒരാൾ $100 കൊണ്ട് ബൈ ചെയ്തു. സിസ്റ്റം ചെയ്യുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സയൻസ് ഉണ്ട്. ആര് ബൈ ചെയ്യാൻ വന്നാലും അവർ എത്ര എമൗണ്ടിനാണോ ബൈ ചെയ്യുന്നത് അതിന്റെ 35% കോയിൻസ് മാത്രമേ ജനറേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ $100 35% $35. $35 കോയിൻ ജനറേറ്റ് ചെയ്യും, മൈൻ ചെയ്യും. അപ്പൊ എത്രയാ? $1 ആണ് വില. 35 / 1 എന്ന് പറയുന്നത് 35 കോയിൻ. 35 കോയിൻ ഇവിടെ ജനറേറ്റ് ചെയ്തു. സിസ്റ്റത്തിൽ 35 കോയിൻ വന്നു. എന്നിട്ട് സിസ്റ്റം ചെയ്യുന്ന പണി, നമ്മൾ കൊടുത്ത എമൗണ്ട് ഉണ്ടല്ലോ, വാങ്ങുന്ന ആൾ കൊടുത്ത എമൗണ്ട്, അതിന്റെ 52% ലിക്വിഡിറ്റിയിൽ കൊണ്ടുവരും. അപ്പൊ $100 52% എത്രയാ? $52. ലിക്വിഡിറ്റിയിൽ $52 വന്നു. സോ ഫൈനൽ കോയിൻ 35 ആയി, ലിക്വിഡിറ്റി 52 ആയി. ഇത് രണ്ടും വന്നു കഴിയുമ്പോൾ ഒരു ബൈയിങ് പ്രൈസ് പുതുതായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടും. എന്തുകൊണ്ടാ? ലിക്വിഡിറ്റി വന്നിട്ടുണ്ട്, കോയിന്റെ എണ്ണം വന്നിട്ടുണ്ട്. ലിക്വിഡിറ്റി / 35 എന്നെടുക്കുമ്പോൾ 1.4857 എന്ന ബൈ റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരു ബൈ റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ പഴയ ബൈ റേറ്റ് അങ്ങനെ തന്നെ സെൽ പ്രൈസ് ആയിട്ട് മാറും. നോക്കൂ, ഇതിൽ വച്ചിരിക്കുന്ന സയൻസ് നോക്കൂ. ബൈ ആൻഡ് സെൽ പ്രൈസിന്റെ അനുപാതം. ബൈ പ്രൈസ് വരുന്നത് ലിക്വിഡിറ്റി / കോയിൻ. സെൽ പ്രൈസോ പഴയ ബൈ റേറ്റ് സെൽ പ്രൈസ്. വാവ്, മാജിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്. ബ്രില്യൻസ് ആണല്ലേ? തീർച്ചയായും. സെക്കൻഡ് ബൈ നോക്കൂ, $100. ഇവിടെ $100 ബൈ ചെയ്യുന്ന ആൾക്ക് സിസ്റ്റം കൊടുക്കുന്നത് 35% കോയിൻസ് ഇഷ്യൂ ചെയ്യും. ഏതനുസരിച്ച്? ആ സമയത്തെ ബൈയിങ് പ്രൈസ് അനുസരിച്ച്. ഇപ്പോഴത്തെ ബൈയിങ് പ്രൈസ് എത്രയാ? 1.4857. അപ്പൊ എത്ര കോയിൻ ജനറേറ്റ് ചെയ്യും? $35 1.4857 വെച്ചിട്ട് 23.55 കോയിൻസ് ജനറേറ്റ് ചെയ്യും. കോയിന്റെ എണ്ണം 23.55 ഉള്ളൂ, പക്ഷെ അതിന്റെ വാല്യൂ $35 ഉണ്ടാകും. ഇതാണ് സിസ്റ്റം. എക്കാലം കഴിഞ്ഞാലും 1000 വർഷം കഴിഞ്ഞിട്ട് ഈ സിസ്റ്റത്തെ ഒരാൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചോദ്യം, 1000 വർഷമൊക്കെ ഉണ്ടാവോ സാറേ? തീർച്ചയായും. ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ റൺ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി സിസ്റ്റത്തിനുണ്ട്. 2009 സതോഷി നാക്കമോട്ടോ ബിറ്റ്കോയിൻ ഡെവലപ്പ് ചെയ്തപ്പോൾ ഇത്രയും ഡെവലപ്മെന്റ് ഉണ്ടായി വരുമെന്ന സിസ്റ്റമായിട്ട് അയാൾ ഇമാജിൻ ചെയ്തിട്ടില്ല. അയാൾ ഒരു പാരലൽ പേയ്മെന്റ് സിസ്റ്റം എന്ന രൂപത്തിൽ മാത്രം ഡിസൈൻ ചെയ്തതാണ്. അന്നത്തെ പേയ്മെന്റ് സിസ്റ്റത്തിലുള്ള ചില ഡ്രോബാക്കുകൾക്ക് ഒരു പരിഹാരം, അതായത് ബിറ്റ്കോയിന്റെ ഒറിജിൻ ചെയ്ത സതോഷി നാക്കമോട്ടോ ലക്ഷ്യം. പക്ഷെ അദ്ദേഹം അത് ഡിസൈൻ ചെയ്തപ്പോ, അദ്ദേഹം അത് ഓപ്പൺ ആയിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നപ്പോ, അദ്ദേഹത്തിന്റെ പോലും കൺട്രോൾ ഇല്ലാത്ത രൂപത്തിലേക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് തന്നെയാണ് ടെതർ ഓഷന്റെ ഇൻട്രൊഡ്യൂസേഴ്സും ചെയ്തിരിക്കുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടെക്നോളജി ബ്രില്യൻ്റ് ആണ് എന്ന് മനസ്സിലായപ്പോൾ അവർക്ക് പോലും കൺട്രോൾ ഇല്ലാത്ത രൂപത്തിലേക്ക് ഈ ടെക്നോളജി ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ബിറ്റ്കോയിൻ പോലെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ റൺ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ 1000 കൊല്ലം കഴിഞ്ഞാലും ഈ സിസ്റ്റം റൺ ചെയ്യും. അന്ന് $100 കൊണ്ട് ഒരാൾ വാങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്കും $35 വർത്തുള്ള കോയിൻ കിട്ടുന്നുണ്ടാകും. 35% എന്ന അനുപാതം അന്നും ഉണ്ടാകും. അയാൾ കൊടുത്ത എമൗണ്ടിന്റെ 52% ലിക്വിഡിറ്റിയിൽ കയറുന്നുണ്ടാകും. സോ സെക്കൻഡ് ബൈ നടന്നപ്പോൾ 1.4857 എന്ന വാല്യൂയിൽ 23.55 കോയിൻ കിട്ടി. സെയിം ടൈം $104 ലിക്വിഡിറ്റി മാറി. ടോട്ടൽ കോയിൻ 58.55 ആയി മാറി. സോ ലിക്വിഡിറ്റി മാറി, കോയിന്റെ എണ്ണവും മാറി. അടുത്ത ബൈ പ്രൈസ് വരും 104 / 58.55 $1.77 മാറി. പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് മാറി. നോക്കൂ, ആക്ടിവിറ്റി ഓട്ടോമാറ്റിക് ആണ്.
ഇത് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ട്രാൻസാക്ഷൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും. കാരണം ഇവിടെ ഒരു ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഒന്നുമില്ല. എല്ലാ ആക്ടിവിറ്റിയും BEP20 പ്ലാറ്റ്ഫോമിൽ സെക്യൂർ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ബൈ പ്രൈസ് നടക്കുമ്പോൾ $100 വാങ്ങുമ്പോൾ 1.7760 കോയിൻ കിട്ടുക. അദ്ദേഹത്തിന് കിട്ടുന്ന കോയിൻ 19.70 കോയിൻ ആയിരിക്കും. എന്തുകൊണ്ട്? ബൈ പ്രൈസ് മാറി. $35 വർത്ത് ആ കോയിനുണ്ട്. ടോട്ടൽ കോയിന്റെ എണ്ണം 78 ലിക്വിഡിറ്റി 156 സോ 156 ഡിവൈഡ് ബൈ 78.26 എന്ന് പറയുമ്പോൾ പുതിയ ബൈ പ്രൈസ് സെറ്റായി 1.9932. പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് മാറുകയും ചെയ്തു. വീണ്ടും $100 കൊണ്ട് വാങ്ങുന്ന സമയത്ത് 1.9932 കോയിൻ കിട്ടുക. 17.5593 കോയിൻ കിട്ടും. ടോട്ടൽ കോയിന്റെ എണ്ണം 95.8239 കോയിനായി. ലിക്വിഡിറ്റി 208 വീണ്ടും അടുത്ത ബൈ പ്രൈസ് സെറ്റായി 2.1764. സെൽ പ്രൈസ് സെറ്റായി പഴയ ബൈ പ്രൈസ് 1.99. സോ ഇവിടെ 1.9932 എന്ന പ്രൈസിൽ ഒരു 25 കോയിൻ സെല്ല് നടന്നു എന്ന് വിചാരിക്കുക. സെല്ല് നടന്നാൽ ഉറപ്പായിട്ടും അതിന്റെ പൈസ അപ്പൊ തന്നെ റിലീസ് ആവും. ആ കോയിൻ ബേൺ ചെയ്ത് പോവുകയും ചെയ്യും. സോ സിസ്റ്റത്തിൽ 95.82 കോയിൻ ഉണ്ടായിരുന്നത് 70.82 കോയിനായിട്ട് കുറഞ്ഞു. ലിക്വിഡിറ്റിയിൽ നിന്ന് 25 ഇൻറ്റു 1.9932 ഈ എമൗണ്ട് കുറയണം. സിസ്റ്റം അവിടെ ഒരു ബ്രില്യൻസ് വീണ്ടും വെച്ചിട്ടുണ്ട്. ആ എമൗണ്ടിന്റെ 10% ലിക്വിഡിറ്റി തന്നെ ഹോൾഡ് ചെയ്യും. ബാലൻസ് എമൗണ്ട് മാത്രമേ കസ്റ്റമർക്ക് കൊടുക്കൂ. സോ ആര് സെല്ല് ചെയ്താലും എത്ര ഡോളറിനാണോ സെല്ല് ചെയ്യുന്നത് അതിന്റെ 90% അപ്പൊ തന്നെ USDT ആയിട്ട് അവരുടെ വാലറ്റിലേക്ക് കൊടുത്തിട്ടുണ്ടാകും. 10% ലിക്വിഡിറ്റി ഹോൾഡ് ചെയ്യുകയും ചെയ്യും. സോ പുതിയ ലിക്വിഡിറ്റി 163.152 പുതിയ കോയിന്റെ എണ്ണം 70.82 അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ബൈ പ്രൈസ് സെറ്റായി 2.3036. നോക്കൂ, വിറ്റപ്പോ വീണ്ടും വില കൂടി, വീണ്ടും വാങ്ങുമ്പോൾ വീണ്ടും വില കൂടും, വീണ്ടും വിറ്റാൽ വീണ്ടും വില കൂടും, വീണ്ടും വാങ്ങുന്നു, വിൽക്കുന്നു, വാങ്ങുന്നു, വിൽക്കുന്നു, വാങ്ങുന്നു, വിൽക്കുന്നു. ഈ പ്രോസസ് നടന്നുകൊണ്ടിരുന്നു. 14ാമത്തെ ട്രാൻസാക്ഷൻ ഒന്ന് പരിശോധിച്ച് നോക്കിയ ഒരു സെൽ ട്രാൻസാക്ഷൻ നടക്കുകയാണ്. $100 $4.48 അവിടെ സെല്ല് നടക്കുന്നത്. സോ 100 കോയിൻ സെല്ല് ചെയ്യപ്പെട്ടപ്പോ 110 കോയിൻ ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ബാലൻസ്. ആ 100 കോയിൻ ഇവിടെ സിസ്റ്റത്തിൽ ഇല്ലാണ്ടായി പോയി. ബാക്കി 10.98 കോയിനായി. $501 ലിക്വിഡിറ്റി ഉണ്ടായിരുന്നെന്ന് കുറഞ്ഞു, 98.33 എങ്ങനെയാ കുറഞ്ഞത്? 100 കോയിൻ സെല്ല് ചെയ്തു, 4.4832, അതായത് $448.32 അയാൾക്ക് കൊടുക്കണം. അതിന്റെ 10% മാർക്കറ്റിൽ നിലനിർത്തും, ലിക്വിഡിറ്റി നിലനിർത്തും, ബാലൻസ് എമൗണ്ട് പേ ഔട്ട് ആയി കൊടുത്തു. സോ 501 എമൗണ്ട് കുറച്ചാൽ 98.33 കാണാൻ സാധിക്കും. എനിക്ക് പ്രസന്റേഷന്റെ പരിമിതി ഉള്ളത് കൊണ്ട് കാൽക്കുലേറ്ററിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ സ്ലൈഡ് നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആണ്. വീണ്ടും 15ാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ. $10 സെല്ല് ചെയ്തു, അല്ല 10 കോയിൻ സെല്ല് ചെയ്തു. കാരണം ഇവിടെ 10 കോയിനേ ഉള്ളൂ. ആ 10 കോയിൻ സെല്ല് ചെയ്യുമ്പോൾ 0.98 കോയിനായിട്ട് വീണ്ടും കോയിന്റെ എണ്ണം കുറയുകയാണ്. പക്ഷെ അപ്പോഴും ലിക്വിഡിറ്റി ബാലൻസ് ഉണ്ട്. എന്തുകൊണ്ട്? 10.98 10 കോയിൻ സെല്ല് ചെയ്താൽ കിട്ടുന്നത് എത്രയാ? നോക്കൂ, 4.52 ഇവിടെ പ്രൈസ്. 10 കോയിൻ സെല്ല് ചെയ്താൽ 45.21 ഡോളർ കൊടുക്കണം. 45.21 അതിന്റെ 10% ലിക്വിഡിറ്റി നിലനിർത്തിക്കൊണ്ട് കൊടുക്കുമ്പോൾ 98 നിന്നും ലിക്വിഡിറ്റി 57.64 മാറും. പക്ഷെ കോയിന്റെ എണ്ണം 0.98 ഉള്ളൂ. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കോയിൻ പ്രൈസ് ബൈ പ്രൈസ് 58.43 അപ്പാവും. സോ എല്ലാവരും വിറ്റൊഴിഞ്ഞാലും ലിക്വിഡിറ്റി അപ്പോഴും ബാലൻസ് ഉണ്ടാകും. നമുക്ക് സിസ്റ്റത്തിന്റെ ബ്രില്യൻസ് നോക്കൂ സുഹൃത്തുക്കളെ. ഈ ആശയം സംതിങ് ഡിഫറെന്റ് ആണ്. ഇതുപോലെ വ്യത്യസ്തമായ ആശയങ്ങൾ നിരവധി ബസ്സുകളുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്, ബിസിനസ് ഓപ്പർച്യൂണിറ്റികളായിട്ട്. പലതിൽ നമ്മൾ കയറി നോക്കിയിട്ടുണ്ട്, പലതും നമ്മൾ കയറി കുറേ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് സഞ്ചരിച്ചപ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന അവസ്ഥയുള്ളത്. എന്താണ് ബ്രേക്ക് ഡൗണിന്റെ അടിസ്ഥാനം എന്ന് അന്വേഷിച്ച് റിസർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ കയ്യിൽ ലിക്വിഡിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്ക് സിസ്റ്റം പോകുന്നു എന്നുള്ള പ്രശ്നം. ഇവിടെ നമ്മൾ കണ്ടു, വരുന്ന എല്ലാവരും കോയിൻ വിറ്റാലും ലിക്വിഡിറ്റി ബാലൻസാ. വീണ്ടും വാങ്ങുന്ന സമയത്ത് വീണ്ടും ലിക്വിഡിറ്റി കൂടും, വീണ്ടും ബൈങ് പ്രൈസ് മാറും, സെല്ലിംഗ് പ്രൈസ് മാറും, ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കും. സോ ദർ ഈസ് ഓൾവേസ് വൺ അനദർ കമ്മിങ്. അത് ബസിന്റെ സ്വഭാവമാണ്. ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും അങ്ങനെ തന്നെയാണ്. ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ഇന്ന് നിങ്ങളുടെ അവസ്ഥയ്ക്ക് കാരണമാണ്. ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഇനി നാളെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിർണ്ണയിക്കുന്ന ഘടകമാണ്. സോ നമ്മുടെ ഫ്യൂച്ചറിനെ നിർണ്ണയിക്കാൻ ടെതർ ഓഷ്യൻ സഹായിക്കും, തർക്കമില്ല. എന്തുകൊണ്ട്? ടെതർ ഓഷ്യൻ ഒരു സൊല്യൂഷൻ ആണ്. 100% ഡീസെൻട്രലൈസ്ഡ് ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൺട്രോൾ ചെയ്യുന്ന ഡെഫി പ്ലാറ്റ്ഫോമാണ് ടെതർ ഓഷ്യൻ. റിയൽ ടൈം ബൈ ആൻഡ് സെൽ ആണ്. ഇവിടെ വിൽക്കാനോ വാങ്ങാനോ ഒരു കാത്തിരിപ്പിന്റെ ആവശ്യമില്ല.
USDT വാലറ്റിൽ വെച്ചുകൊണ്ട് ബൈ പ്രോസസ് നടത്തിയാൽ മാത്രം മതി. അപ്പൊ തന്നെ നമുക്ക് ആവശ്യമായ കോയിൻ കിട്ടും. ആ സമയത്തെ ബൈങ് പ്രൈസ് അനുസരിച്ച് ഒരാൾ $1000 വാങ്ങാൻ തയ്യാറായി, ആ ഒരു കോയിൻ കിട്ടി, അപ്പൊ തോന്നി വീണ്ടും ഒരു 1000 വാങ്ങിയേക്കാം. പക്ഷെ പഴയ ബൈ പ്രൈസിൽ വീണ്ടും വാങ്ങാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? ആ ബൈ നടന്നപ്പോ തന്നെ വീണ്ടും ബൈ പ്രൈസ് അപ്ഡേറ്റ് ആയി പോയി കഴിഞ്ഞു. പുതിയ ബൈ പ്രൈസിൽ പുതിയ കോയിൻ വാങ്ങാൻ പറ്റും. സെല്ല് ചെയ്യാൻ അങ്ങനെ തന്നെ. പ്ലാറ്റ്ഫോമിൽ സെൽ എന്ന ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എത്ര കോയിൻ സെല് ചെയ്യണം മാത്രമേ ചോദ്യമുള്ളൂ. 1000 കോയിൻ കൈവശമുള്ള ഒരാൾ 500 കോയിൻ വിൽക്കാൻ തീരുമാനിച്ചു. സോ 500 എന്ന് ടൈപ്പ് ചെയ്യുക, സെല്ല് കൊടുക്കുക, ബ്ലോക്ക് ചെയിൻ കൺഫർമേഷൻ കൺഫേം കൊടുക്കുക, അപ്പൊ തന്നെ അതിന്റെ USDT വന്നു കഴിഞ്ഞു. നോക്കൂ, അത്ര സിമ്പിൾ ആയിട്ട് റിയൽ ടൈം ബൈ ആൻഡ് സെല്ലാണ് സിസ്റ്റത്തിൽ വെച്ചിരിക്കുന്നത്. റിയൽ ടൈം ലൈഫ് അഫിലിയേറ്റ് പേ ഔട്ട്, റിയൽ ടൈം ആയിട്ട് അഫിലിയേറ്റ് പേ ഔട്ട്, നമ്മുടെ കമ്മീഷൻസ് അപ്പൊ തന്നെ റിലീസ് ചെയ്യാണ്, ഒരു കട്ടിങ്ങും ഇല്ലാതെ. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു സിസ്റ്റം ഒരു തരത്തിലുള്ള ഡിഡക്ഷൻസും ഇല്ലാതെ കമ്മീഷൻസ് റിലീസ് ചെയ്യുന്നത്. 43% റിയൽ ടൈം ആയിട്ട് പേ ഔട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം. സോ സംതിങ് ഡിഫറെന്റ് ആണ് ഇതിന്റെ സയൻസ് എന്ന് ഇതുവരെയുള്ള പ്രസന്റേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ആക്ടിവിറ്റിയിലേക്ക് കടന്നു വരിക? ഈ സിസ്റ്റത്തിൽ വരാൻ $20 ഉണ്ടെങ്കിൽ വരാം. സോ ഇത് കേൾക്കുന്ന സുഹൃത്തുക്കൾക്ക് വളരെ ഹാപ്പി ആയിരിക്കും അല്ലേ? $20 എന്ന് പറയുമ്പോൾ ഒരു 2000 രൂപ, ഒരു 2000 രൂപ ശരിക്കും 4 പേര് സുഹൃത്തുക്കൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ തീരാവുന്ന പൈസയേ ഉള്ളൂ അല്ലേ? ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോയി, ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു, ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു, എത്ര ബില്ലാവും? 2 കുട്ടികളും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫുള്ള ഫാമിലിക്ക്. സോ എൻട്രി ലെവൽ എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്, ഈസി ആയിട്ട് എൻ്റർ ആകാം. അങ്ങനെ ഈസി ആയിട്ട് എൻ്റർ ആകാൻ പറ്റുമെങ്കിൽ എത്ര സ്പീഡിൽ നമുക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും? മൈൻഡ് ബ്ലോക്ക് ഇല്ലാതിരുന്നാൽ മാത്രം മതി. മൈൻഡ് ബ്ലോക്കുകൾക്ക് എപ്പോഴും അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രീവിയസ് എക്സ്പീരിയൻസ് ആയിരിക്കും. സോ പ്രീവിയസ് എക്സ്പീരിയൻസിൽ ഇത്തരം സിസ്റ്റങ്ങളെ കണ്ടപ്പോൾ അവർ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ല. ഡെവലപ്പർ ആരാന്ന് ചോദിച്ചാൽ ഒരു പേര് പറയാം, ഒരു സായിപ്പിന്റെ പേരൊക്കെ പറയാം, അത്ര തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല. നമുക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളിലേക്ക് ഈ സിസ്റ്റത്തിന്റെ ഗൈഡ്ലൈൻസ് കിട്ടുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. ഈ സിസ്റ്റം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇവിടെ പ്രത്യേകിച്ച് ഒരു പാക്കേജ് എന്നൊരു കണക്കില്ല. $20 മിനിമം ബൈ ആണ്. 21, 25, 30, 40, 80, 90, 95, 98 എങ്ങനെ വേണം നിങ്ങൾക്ക് ബൈ ചെയ്യാം. മാക്സിമം സിംഗിൾ ബൈ എന്ന് പറയുന്നത് $1000 ആണ്. ഒരു $5000 ആൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലോ, സ്കോപ്പ് ഉണ്ട്. 1000 കൊണ്ട് ആദ്യം ബൈ ചെയ്യുക, വീണ്ടും ഒരു 1000 ബൈ ചെയ്യുക, വീണ്ടും ഒരു 1000 ബൈ ചെയ്യുക, അങ്ങനെ 5 പ്രാവശ്യമായിട്ട് വാങ്ങുക. 5 പ്രാവശ്യം 5 വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും. കാരണം ആദ്യം 1000 വാങ്ങുമ്പോൾ തന്നെ ബൈ പ്രൈസ് അപ്ഡേറ്റ് ആയി, സെക്കൻഡ് വാങ്ങുമ്പോൾ വീണ്ടും അപ്ഡേറ്റ് ആയി, അങ്ങനെ 4 പ്രാവശ്യം വാങ്ങുമ്പോഴത്തേക്ക് 4 പ്രാവശ്യം അപ്ഡേറ്റ് ആയി. 4ാമത്തെ പ്രൈസിലായിരിക്കും 5ാമത്തെ പ്രാവശ്യം വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോഴത്തേക്കും ആദ്യം വാങ്ങിയ കോയിന്റെ വാല്യൂ കൂടിയിട്ടുണ്ടാവും. ആര് വാങ്ങിയാലും അവർ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന്റെ 35% വാല്യൂ ഉള്ള കോയിൻസ് അപ്പൊ തന്നെ ഹോൾഡിംഗിലേക്ക് കൊടുക്കുന്നുണ്ടാകും. ഇൻസ്റ്റന്റ് ആയിട്ട് അത്രയും കോയിൻ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാകും. ഇനി സിസ്റ്റത്തിൽ നടക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ട്രാൻസാക്ഷൻ, ഞാൻ എന്ന വ്യക്തി വാങ്ങി, ഞാൻ ട്രാൻസാക്ഷൻ ചെയ്തോ ഇല്ലോ എന്നുള്ള സിസ്റ്റത്തിന്റെ ചോദ്യമല്ല. കമ്മ്യൂണിറ്റിയിൽ എത്ര ട്രാൻസാക്ഷൻ ഇന്ന് നടന്നു? ഇന്ന് 100 പ്രാവശ്യം ബൈ നടന്നു, 70 പ്രാവശ്യം സെല്ല് നടന്നു. സോ 170 പ്രാവശ്യം വില മാറി. നോക്കൂ, സിസ്റ്റത്തിൽ എത്ര ട്രാൻസാക്ഷൻസ് നടന്നു മാത്രമേ പിന്നെ ചോദ്യമുള്ളൂ. ഓരോ ട്രാൻസാക്ഷൻസും വില കൂട്ടിക്കൊണ്ടേയിരിക്കും. സോ 35% നിന്ന് നമ്മുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്റെ സുഹൃത്തിനോട് ഇന്ന് സംസാരിച്ചപ്പോൾ ഒരു ROI പ്ലാനിൽ ഒരാൾ കടന്നു വന്നാൽ അദ്ദേഹം $1000 ഇട്ടാൽ പിറ്റേ ദിവസം കിട്ടുക 1% ആയിരിക്കാം. 1% ROI കൊടുക്കുന്ന സിസ്റ്റം ആണെങ്കിൽ, അതായത് $1000 കൊടുത്തിട്ട് പിറ്റേ ദിവസം 1% കിട്ടിയുള്ളൂ. പക്ഷെ ജോയിൻ ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ 35%-ലാണ് നമ്മുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 36-ലേക്കാണ് നമ്മൾ ഇനി പോകേണ്ടത്. 35 പോയിന്റ് സംതിങ്ങിൽ നിന്ന് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു ROI പ്ലാനാണെങ്കിൽ 35 ദിവസം കഴിഞ്ഞ് കിട്ടേണ്ട കാര്യമാണ് ഇവിടെ ഫസ്റ്റ് ഡേ തന്നെ വരാൻ പോകുന്നത്. ഇതൊരിക്കലും ROI പ്ലാൻ അല്ല കേട്ടോ. ഇത് വ്യത്യസ്തമായ ഒരു ഫിനാൻഷ്യൽ സെക്ടറാണ്, വ്യത്യസ്തമായ ഒരു സയൻസ് ആണ്. നമുക്കറിയാം, ഇവിടെ വാങ്ങാനും വിൽക്കാനും നമ്മൾ എവിടെയെങ്കിലും പോകണോ? ഒരു സ്ഥലത്തും പോകണ്ട. ഇപ്പൊ ബാങ്കിലൊക്കെ നമ്മൾ FD ഇടും പോലെയാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പെരുമ്പാവൂർ ബ്രാഞ്ചിൽ പോയിട്ട് ഞാനൊരു FD ഇട്ടു, 1 ലക്ഷം രൂപ. എനിക്ക് സിസ്റ്റം, ബാങ്ക്, അതായത് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്ന ബാങ്ക് ഒരു സർട്ടിഫിക്കറ്റ് തരും, FD ഇട്ട സർട്ടിഫിക്കറ്റ്. അതിൽ സോ ആൻഡ് സോ ടൈംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ടാകും. ഇത്ര സമയത്തേക്ക് ഞാൻ FD ഇട്ടിരിക്കുന്നു, അത് കഴിയുമ്പോൾ ഇത്ര ശതമാനം വെച്ച് ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ച് ഇത്ര എമൗണ്ട് എനിക്ക് കിട്ടും. സോ ആ ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ഞാൻ ആ സർട്ടിഫിക്കറ്റായിട്ട് ഫെഡറൽ ബാങ്കിൽ പോയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ആ സർട്ടിഫിക്കറ്റായിട്ട് നേരെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അതേ ബ്രാഞ്ചിൽ പോയാൽ എനിക്ക് ആ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷനുള്ള എമൗണ്ട് എനിക്ക് വിഡ്രോ ചെയ്ത് കൊണ്ടുവരാം. ശരിയല്ലേ? എന്ന് പറയുന്ന രൂപത്തിലാണ് ടെതർ ഓഷ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാങ്ങാനും വിൽക്കാനും എങ്ങും പോകണ്ട, ഇവിടെ തന്നെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ വാങ്ങാൻ മിനിമം $20, മാക്സിമം $1000, വേറെ ഒന്നും വേണ്ട.
BEP20 USDT ആണ് അതിന് ഉപയോഗിക്കുന്നത്. സോ ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, ടോക്കൺ പോക്കറ്റ് നമുക്കറിയാവുന്ന സുപരിചിതമായ വാലറ്റുകളാണ്. ഇത് ഏത് വാലറ്റ് വെച്ചാലും ആ വാലറ്റിൽ നിങ്ങൾക്ക് ആവശ്യമായ USDTയും ഗ്യാസ് ഫീ ഉള്ള BNBയും വയ്ക്കാം. നിങ്ങളുടെ സുഹൃത്തിന്റെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ സൈനപ്പ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ USDT ബാലൻസ് എത്രയാണോ മിനിമം 20 ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. 21, 22 എത്രയായിക്കോട്ടെ, 1000 എത്രയായിക്കോട്ടെ, അതുപയോഗിച്ച് നിങ്ങളുടെ ബൈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാം. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു, അതിനുള്ള കോയിൻസ് അപ്പം തന്നെ ഇഷ്യൂ ചെയ്തു. അതിന്റെ വാല്യൂ 35% ആയിരിക്കും. $1000 ആണെങ്കിൽ $350 കോയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. നോക്കൂ, 2 ലിമിറ്റുകളാണ് ഈ സിസ്റ്റത്തെ നിലനിർത്തുന്നത്. 2 ലിമിറ്റ്സ്. ഈ 2 ലിമിറ്റ് വരുന്നത്, ഒന്ന് കോയിൻ സെൽ ലിമിറ്റ് ആണ്. കോയിൻ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടിയ കോയിൻ 35% കോയിൻ കിട്ടിയിട്ടുണ്ട് അല്ലേ? അത് ഗ്രോ ചെയ്ത് 100%-ത്തിലെത്തി, 150%-ത്തിലെത്തി, 200%-ത്തിലെത്തി, 300%-ത്തിലെത്തി, 400%-ത്തിലെത്തി. അതിനെടുക്കുന്ന പീരീഡ് ഓഫ് ടൈം നമുക്ക് കാത്തിരുന്നാൽ മാത്രം മതി. FD അങ്ങനെയാണല്ലോ. 7 വർഷത്തേക്ക് FD ഇടുന്ന ഒരാള് 5ാമത്തെ വർഷം എടുക്കാൻ പറ്റൂ? എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെ കണ്ടീഷൻ ഇല്ല. നിങ്ങൾ ഇട്ടു, കോയിൻ കിട്ടി, ആ സെക്കൻഡിൽ വേണ്ടി നിങ്ങൾക്ക് വിൽക്കാം. പക്ഷെ 35% വാല്യൂ ഉണ്ടാവുള്ളൂ. പക്ഷെ കാത്തിരുന്നാൽ ഇത് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ വാല്യൂ എന്ന് വിൽക്കാൻ തീരുമാനിക്കുന്നു, അന്ന് വിൽക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാക്കേജിന്റെ 2x ആയിരിക്കും. ഇപ്പൊ $100 കൊണ്ടാണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ നിങ്ങളുടെ കോയിന്റെ വാല്യൂ എത്ര ഉണ്ടായിക്കോട്ടെ, $200 തുല്യമായിട്ടുള്ള കോയിനെ നിങ്ങൾക്ക് അവിടെ സെല് ചെയ്യാൻ സാധിക്കും. അത് ശരിയാവൂ? തീർച്ചയായും. എന്താണെന്ന് കാരണം അറിയൂ? ഉദാഹരണം, ഇപ്പോ 0.01 പ്രൈസിലാണ് ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് $1000 വാങ്ങിയിട്ടുണ്ടെങ്കിൽ $350 വർത്തുള്ള കോയിൻ എന്ന് പറയുന്നത് എത്ര കോയിൻ ആയിരിക്കും? ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കി. 350 ഡിവൈഡ് ബൈ 0.01. വലിയ നമ്പർ ഓഫ് കോയിൻസ് ഉണ്ട് അല്ലേ? $1 വിലയിലേക്ക് എത്തുമ്പോൾ, ഇപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ $100 ഞാൻ വാങ്ങിയത്. 1.1277 പ്രൈസിലായിരുന്നു എനിക്ക് കോയിൻ കിട്ടിയത്. $35 വർത്തുള്ള കോയിൻ എന്ന് പറഞ്ഞാൽ 273 കോയിനാണ് കിട്ടിയത്. ഞാൻ കാത്തിരുന്നു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ആരോടും ഇത് സംസാരിച്ചില്ല, പ്രസന്റേഷനിലേക്ക് വന്നില്ല, ഇത് പഠിക്കാൻ തയ്യാറായില്ല, സയൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറായില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ ഇരുന്നു. ആരോ എന്നെ വിളിച്ചു പറഞ്ഞു, എന്നെ സ്പോൺസർ ചെയ്ത ആൾ വിളിച്ചു പറഞ്ഞു, മജിദേ $1 ആയിരുന്നു കേട്ടോ. 273 കോയിൻ അന്ന് കിട്ടിയതാ. സ്പോൺസർ വിളിച്ചു പറഞ്ഞു $1 ആയെന്ന്. അപ്പൊ ഒന്ന് കയറി നോക്കിയപ്പോൾ ശരിയാ, $1 ആയിട്ടുണ്ട്, $273 കിട്ടും. ഞാൻ ആകെ $100 മുടക്കിയിട്ടുള്ളൂ. ഞാൻ വിൽക്കാൻ ശ്രമിച്ചാൽ $200 കോയിൻ എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ബാക്കി $73 കോയിൻ അപ്പോഴും അവിടെ ഉണ്ടാകും. അത് എന്ന് വിൽക്കണമെന്ന് എനിക്ക് വീണ്ടും തീരുമാനിക്കാം. പക്ഷെ അത് വിൽക്കണമെങ്കിൽ വീണ്ടും ഞാൻ റീബൈ ചെയ്യണം. എൻ്റെ ലിമിറ്റ് കൂട്ടണം. ലിമിറ്റ് കൂട്ടാൻ എന്താ മാർഗം? 100 USDTക്ക് ബൈ ചെയ്തു. ആ കിട്ടിയ എമൗണ്ട് $200 വിഡ്രോ ചെയ്തു. $200 വിഡ്രോ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് $180 ആണ്. അതിൽ ക്യാപിറ്റലായ 100 ഞാൻ എടുത്തു. ബാക്കി 80 ടോപ്പ് അപ്പ് ചെയ്തത്. 80 ടോപ്പ് അപ്പ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? അതിന്റെ ഇരട്ടി $160 വിൽക്കാം. ഓൾറെഡി $73 അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കാത്തിരുന്നു, വീണ്ടും കാത്തിരുന്നു. അങ്ങനെ കയറി പോയി ഇതൊരു $10 ആയി. $10 സോ എത്ര കോയിനാണ് അവിടെ ഉള്ളത്? ആ കോയിൻ $10 ലെവലിലേക്ക് എത്തുമ്പോൾ എന്റെ ബൈങ് പവർ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. $200 $160 എനിക്ക് വീണ്ടും വിൽക്കാം. ഞാൻ വിറ്റു. അപ്പോഴും കോയിൻ ബാക്കിയുണ്ട്. വീണ്ടും എനിക്ക് കിട്ടിയതിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഉപയോഗിച്ച് റീ ടോപ്പ് അപ്പ് ചെയ്യുക. അങ്ങനെ ലിമിറ്റ് കൂട്ടാൻ റീബൈ പ്രോസസ് ആണ് ഈ സിസ്റ്റം വച്ചിരിക്കുന്നത്. ഗുണം എന്താണെന്നറിയോ? ഓരോ പ്രാവശ്യം റീബൈ ചെയ്യുമ്പോഴും സിസ്റ്റത്തിന്റെ ട്രാൻസാക്ഷൻ എണ്ണം കൂടും, കോയിന്റെ വില കൂടും. ആരുടെ? ടോട്ടൽ സിസ്റ്റത്തിലുള്ള ആളുകളുടെ. ഈ സിസ്റ്റത്തിൽ ഒരു ടീം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ സിസ്റ്റത്തിലുള്ള ആൾക്കാരുടെ കോയിന്റെ വാല്യൂ ആണ് കൂടുന്നത്. ഇപ്പൊ ഞാൻ ഈ സിസ്റ്റത്തിൽ വന്നു, ഞാൻ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട്. ഒരു 6 മാസം വളരെ സജീവമായിട്ട് വർക്ക് ചെയ്തു. ഞാനൊരു 10,000 ആൾക്കാരെ സിസ്റ്റത്തിൽ കൊണ്ടുവന്നു. 10,000 എന്ന് ഉദ്ദേശിച്ചത് 10,000 അല്ല കേട്ടോ, 10,000 ഒരു കോമൺ വാക്കാണ്. 1000 ആൾക്കാരെ സിസ്റ്റത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഞാനും ഈ 1000 ആൾക്കാരും സൈലന്റ് ആയി. ചുമ്മാ ഇമാജിൻ ചെയ്യും. പക്ഷേ ഈ 1000 ആൾക്കാർ വന്നപ്പോഴത്തേക്കും എനിക്ക് മുമ്പ് വന്ന കുറേ ആളുകൾക്ക് അവരുടെ കോയിന്റെ വാല്യൂ ഒക്കെ പല മടങ്ങായി മാറിയിട്ടുണ്ടാവും. ഇത് കണ്ടപ്പോൾ അവരൊക്കെ സീരിയസ് ആയി ചെയ്യാൻ തുടങ്ങി. ഞാൻ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും അവർ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ഒരാൾ അതിൽ 50,000 ആൾക്കാരെ കൊണ്ടുവന്നു. അതൊക്കെ കൊണ്ടുവരാലോ. കാരണം സിസ്റ്റത്തിൽ ഹ്യൂജ് എമൗണ്ട് ആണ് കമ്മീഷൻസ് ആയി കിട്ടാൻ പോകുന്നത്. ആ കമ്മീഷനും സിസ്റ്റം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാക്കേജിന്റെ 3 ഇരട്ടിയായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. സോ ഞാൻ ഈ സിസ്റ്റം ഈറ്റിയെടുത്ത് മുന്നോട്ട് പോയപ്പോൾ $100 ചെയ്ത് എനിക്ക് $300 വരെ വിഡ്രോ ചെയ്യാൻ സാധിക്കും. $300. ആ $300 വിഡ്രോ ചെയ്യുമ്പോൾ $300 എനിക്ക് ലഭിക്കും. ഞാൻ അതിൽ $200 എടുത്തു, ബാക്കി 100 വീണ്ടും ടോപ്പ് അപ്പ് ചെയ്തു. വീണ്ടും എനിക്ക് 300 എടുക്കാം.
ഈ ടോപ്പ് ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ വീണ്ടും എടുക്കാട്ടോ. അത് കോയിൻ സെല് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. സാധാരണ സിസ്റ്റങ്ങൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒരു കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേക്കിംഗ്, ഹോൾഡിങ്, ലോക്കിംഗ് പീരീഡ്, എന്തൊക്കെ കടമ്പകളല്ലേ. എന്തിനാ അതൊക്കെ വയ്ക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയ അസറ്റിന്റെ സ്വാതന്ത്ര്യം നമുക്കല്ലേ. അവരെന്തിനാ സിസ്റ്റങ്ങളിൽ ലോക്ക് പറയണേ? ലോക്ക് പറയണമെങ്കിൽ അങ്ങനെ കണ്ടീഷൻ വച്ചാലേ അവർ നിലനിൽക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ലോക്കും ഇല്ല. ആകെയുള്ള ലോക്ക് പാക്കേജിന്റെ ഇരട്ടിക്ക് വിൽക്കാം. ഓ നല്ലതല്ലേ. ഇപ്പൊ $100 കൊടുത്താൽ $200, അതൊക്കെ ന്യായമായ കാര്യമാണ്. കമ്മീഷൻ 3 ഇരട്ടി എടുക്കാം. അതിൽ കൂടുതൽ നിങ്ങൾ ലിമിറ്റ് കൂട്ടിക്കോന്ന് വീണ്ടും ബൈ ചെയ്തോ. ഞാൻ $100 ചെയ്തു, $300 എടുത്തു, കിട്ടിയതിൽ നിന്ന് 200 മാറ്റി, വീണ്ടും $100 ചെയ്തു, വീണ്ടും $300 എടുത്തു. ഒരു $1000 ഒരു 10 ബിസിനസ് ഞാൻ ചെയ്താൽ എനിക്ക് ഭയങ്കര കമ്മീഷൻ കിട്ടുന്നേ. ഈ കമ്മീഷൻ എനിക്ക് വിഡ്രോ ചെയ്തേ പറ്റൂ. വിഡ്രോ ചെയ്യണമെങ്കിൽ ഞാൻ ടോപ്പ് അപ്പ് ചെയ്ത് തന്നെ പോകണം. $20 ചെയ്താൽ ആ $20 മാത്രം മതി ഒരാളെ കോടിപതിയാക്കാൻ. വെറും 2000 രൂപ കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ കോടിപതിയാകാൻ, വീണ്ടും വീണ്ടും പൈസ റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ആശയം വളരെ പവർഫുൾ ആണ്. ഗെറ്റ് റിപ്പീറ്റഡ് കമ്മീഷൻ വെൻ യുവർ ടീം മെമ്പേഴ്സ് റീഇൻവെസ്റ്റ് ടു ഇൻക്രീസ് ദെയർ ലിമിറ്റ്. ഓരോ ആളുകളും റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോഴെല്ലാം കമ്മീഷൻ കിട്ടും. ആദ്യമായിട്ട് ഒരാളെ കൊണ്ടുവരുമ്പോൾ മാത്രമല്ല ഈ കമ്മീഷൻ കിട്ടുക. ഓരോ പ്രാവശ്യം അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, റീബൈ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളൊരു ബിസിനസ്സിൽ 100 പേരെ കൊണ്ടുവന്നു. ഈ 100 പേരെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടി. ആ 100 പേരുടെയും കോയിൻ വാല്യൂ കൂടി. 100 പേര് വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. ഈ 100 പേരുടെയും കോയിൻ വാല്യൂ കൂടി. അവരെല്ലാം സെല്ല് ചെയ്തു. സെല്ല് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള കോയിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അവരുടെ കോയിൻ വിൽക്കാൻ വേണ്ടി അവർ റീടോപ്പ് അപ്പ് ചെയ്തു. അപ്പോഴും നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അപ്പോഴും നിങ്ങളുടെ കോയിന്റെ വാല്യൂ കൂടും. സോ ഈ സിസ്റ്റത്തിൽ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി എക്കാലവും നിങ്ങൾക്ക് പണം തന്നുകൊണ്ടിരിക്കും. അതിന് ആയിരക്കണക്കിന് കമ്മ്യൂണിറ്റി ഒന്നും വേണ്ട. 10 പേരെ കൊണ്ടുവന്നാൽ ഈ 10 പേര് നിങ്ങൾക്ക് എപ്പോഴും പണം തന്നുകൊണ്ടിരിക്കും. എപ്പോഴും പണം തന്നുകൊണ്ടിരിക്കും. സോ ഈ സിസ്റ്റത്തിൽ വളരെ സിമ്പിളായ ചില കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ പാസീവ് ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്താണ് പാസീവ് ഇൻകം? ഫസ്റ്റ് പാസീവ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന വിർച്വൽ കോയിന്റെ അപ്രീസിയേഷൻ ആണ്. 35% കോയിൻ കിട്ടിയില്ലേ, അതിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സെൽഫ് അപ്രീസിയേഷൻ. രണ്ടാമത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം ആണ്. അത് എല്ലാവർക്കും കിട്ടില്ല കേട്ടോ. 100ന്റെ സിംഗിൾ ബൈ ചെയ്യുന്നവർക്ക്, 500, 1000 ഈ 3 സിംഗിൾ ബൈ ചെയ്യുന്ന ആദ്യത്തെ ആളുകൾക്ക്, അതായത് ഇപ്പൊ ഞാൻ എന്റെ ഐഡിയിൽ വന്നപ്പോ $20 സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഞാൻ വീണ്ടും $20 ടോപ്പ് അപ്പ് ചെയ്തു, വീണ്ടും $40 ടോപ്പ് അപ്പ് ചെയ്തു. ഇപ്പോഴൊന്നും എനിക്ക് പൂളിംഗോ ഇല്ല. പക്ഷെ അങ്ങനെ ടോപ്പ് അപ്പ് ചെയ്തപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ $100 കൊണ്ടാണ് ടോപ്പ് അപ്പ് ചെയ്തത്. അപ്പൊ എനിക്കൊരു പൂളിംഗം സ്റ്റാർട്ട് ആവും. വീണ്ടും ഞാൻ 100 ചെയ്തു. രണ്ടാമത്തെ 100 കിട്ടൂല, ആദ്യത്തെ 100 മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ചെയ്തപ്പോൾ ഒരു 500 കൊണ്ട് ചെയ്തു, അപ്പോഴും എനിക്ക് കിട്ടും. ഒരു 1000 ചെയ്തു, എനിക്ക് കിട്ടും. അങ്ങനെ $1600 ഞാൻ ചെയ്യുന്ന ആദ്യത്തെ പ്രാവശ്യം ആ $1600 എനിക്ക് തിരിച്ചു കിട്ടും. എങ്ങനെ? ഒരു പൂൾ ഇൻകം എന്ന രൂപത്തിൽ. സിസ്റ്റം അതിന് ചെയ്യുന്നത് ഓരോ ദിവസവും ഉച്ചയ്ക്ക് 1:30, ഇന്ത്യൻ ടൈം ഉച്ചയ്ക്ക് 1:30, ഇന്റർനാഷണൽ ടൈം നോക്കുമ്പോൾ ദുബായ് ടൈം ഉച്ചയ്ക്ക് 12 മണിക്ക്, ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്ന രൂപത്തിൽ ദുബായ് ബേസിൽ നിൽക്കുന്ന 12 മണി സമയം ലോകത്തെ എല്ലാ രാജ്യത്തും ഏത് സമയത്താണോ ആ സമയത്ത്. കാരണം ഈ പ്ലാറ്റ്ഫോം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്ന പ്ലാറ്റ്ഫോം അല്ല. USDT ലോകത്ത് എവിടെയെല്ലാം ഉണ്ടോ, വാലറ്റുകളെ ലോകത്തെ ഏതെല്ലാം സ്ഥലങ്ങളിലുണ്ടോ, ഈ വാലറ്റിലെല്ലാം നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നത് ഗ്ലോബൽ എക്സ്പാൻഷൻ ആണ്. അതിലേക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പോവുക. അതിനെ പറ്റുന്ന ആളുകളിലേക്ക് ബിസിനസ് എത്താൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ എത്താൻ പോകുന്ന മൊമെന്റിൽ നമ്മൾ നിൽക്കുമ്പോൾ $100 കൊണ്ട് നമ്മൾ ചെയ്താൽ നമുക്ക് 1 പോയിന്റ് കിട്ടും. $500 ചെയ്യുമ്പോൾ ഒരു 5 പോയിന്റ് കിട്ടും. $1000 ചെയ്യുമ്പോൾ 10 പോയിന്റ് കിട്ടും. സിസ്റ്റം നോക്കുന്നത് ഓരോ 1.5 സമയത്തും എത്ര ടേൺ ഓവർ നടന്നു, അതിന്റെ 4% എത്രയാണ്, ആ ദിവസം എത്ര ടേൺ വന്നു അതിന്റെ 4% എത്രയാണ്. ആ ഫണ്ടിനെ ടോട്ടൽ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു പോയിന്റിന്റെ വില കിട്ടും. ആ പോയിന്റിന്റെ വില $0.50 എന്നാന്ന് വിചാരിക്കുക, 1/2 സെന്റ് എന്നാന്ന് വിചാരിക്കുക. എങ്കിൽ $100 1/2 സെന്റ് അന്നത്തെ വരുമാനം. $500 $2.5 വരുമാനം. $1000 ചെയ്ത ആൾക്ക് $5 വരുമാനം. എത്ര നാള്? $100 ചെയ്ത ആൾക്ക് $100 കിട്ടുന്നത് വരെയും, 500 ചെയ്ത ആൾക്ക് $500 കിട്ടുന്നത് വരെയും, 1000 ചെയ്ത ആൾക്ക് $1000 കിട്ടുന്നത് വരെയും. അപ്പൊ ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് 1600 ആദ്യം ചെയ്താലോ? കിട്ടും. ആദ്യം 100 ചെയ്യണം, പിന്നെ 500 ചെയ്യണം, പിന്നെ 1000 ചെയ്യണം. നേരെ തിരിച്ചു ചെയ്യാം കേട്ടോ. ആദ്യം 500 ചെയ്തു, പിന്നെ 1000 ചെയ്തു, പിന്നെ 100 ചെയ്തു. എങ്ങനെ വേണം ചെയ്യാം, ഒരു പ്രശ്നമില്ല. ആദ്യം 1000 ചെയ്തു, പിന്നെ 500 ചെയ്തു, പിന്നെ 100 ചെയ്തു. അങ്ങനെയും ചെയ്യാം. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് 100നും 500നും 1000നും എല്ലാ ദിവസവും നിങ്ങൾക്ക് 16 പോയിന്റിന്റെ വരുമാനം കിട്ടും. എത്ര നാള്? $1600 കിട്ടുന്നത് വരെയും. കൊള്ളാല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആൾക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് മാത്രം കിട്ടുന്നു ഒരു 1x. തീർന്നില്ല. ലെവൽ ഇൻകം കിട്ടുന്നു. ഫസ്റ്റ് ലെവലിൽ 10%, സെക്കൻഡ് ലെവലിൽ 5%,
മൂന്നാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് 5 മുതൽ 20%. ഓ, അൺലിമിറ്റഡ് ലെവൽ ഇൻകം ചിന്തിക്കാൻ പറ്റൂ. ഒരു ലെവൽ പ്ലാനിൽ അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് ഇൻകം കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റൂ. ഒരു ലെവൽ പ്ലാനും അങ്ങനെ പറയുന്നില്ല. മിക്കവാറും 8 ലെവൽ അല്ലെങ്കിൽ 10 ലെവൽ അല്ലെങ്കിൽ 16 ലെവൽ 20 ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിജപ്പെടുത്തി വെക്കും. അതിൽ കൂടുതൽ കൊടുക്കാൻ ആ സിസ്റ്റത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് പലപ്പോഴും സെറ്റ് ചെയ്യുന്ന കണക്കിന്റെ പ്രത്യേകത. പക്ഷെ ഇവിടെ അൺലിമിറ്റഡ് ലെവലിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി സിസ്റ്റം വെച്ചിരിക്കുന്നു. റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്, ബേസ്ഡ് ഓൺ റാങ്ക്. 4 റാങ്കേ ഉള്ളൂ: സിൽവർ, ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട്. സിൽവർ ക്വാളിഫൈ ചെയ്താൽ 5% കിട്ടും, ഗോൾഡ് ക്വാളിഫൈ ചെയ്താൽ 10% കിട്ടും, എമറാൾഡ് ക്വാളിഫൈ ചെയ്താൽ 15% കിട്ടും, ഡയമണ്ട് ക്വാളിഫൈ ചെയ്താൽ 20% കിട്ടും. അത് ലെവൽ ഇൻകം, അൺലിമിറ്റഡ് ലെവലിൽ നിന്ന്. പക്ഷെ റാങ്ക് ക്വാളിഫൈ ചെയ്താൽ വേറെ ഗുണമുണ്ട്. റാങ്കിന്റെ ഒരു പൂൾ ഇൻകം കിട്ടും. റാങ്കിന്റെ പൂൾ ഇൻകം എത്രയാ? 4%. എന്താണെന്നറിയോ? ഗോൾഡിന് 1 ഷെയർ, എമറാൾഡിന് 2 ഷെയർ, ഡയമണ്ടിന് 4 ഷെയർ, അങ്ങനെ മൊത്തം 7 ഷെയർ ഉണ്ട്. ആ 4%ത്തിന് 7 ഷെയർ ആയിട്ട് മാറും. ഗോൾഡും എമറാൾഡും ഡയമണ്ടും ഇങ്ങനെ വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. നോക്കൂ, ടോട്ടൽ ടേൺ ഓവർ ഒരു ദിവസം $2.5 ലക്ഷം എന്ന് ഇമാജിൻ ചെയ്യുക. അതിന്റെ 4% എന്ന് പറയുമ്പോൾ $12,500 ഉണ്ട് അല്ലെ? അത് ഷെയർ ചെയ്യപ്പെടുമ്പോൾ ഒരു ഡയമണ്ട് ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് $4,160 കിട്ടും. ഏതാ? പൂൾ ഇൻകം മാത്രം. പൂൾ ഇൻകം മാത്രം. അത് അയാൾ വിഡ്രോ ചെയ്യണമെങ്കിൽ എത്ര പ്രാവശ്യം ടോപ്പപ്പ് ചെയ്യണം? 2 പ്രാവശ്യം ടോപ്പപ്പ് ചെയ്യണം. കാരണം എന്താ? $1,000 മാക്സിമം പാക്കേജ്. അതിന്റെ 3 ഇരട്ടി $3,000 വിഡ്രോ ചെയ്യാൻ പറ്റൂ. ഇവിടെ $4,160 പൂൾ ഇൻകം മാത്രം കിട്ടിയേക്കാം. അപ്പൊ ആ 3,000 വിഡ്രോ ചെയ്തു, അതിൽ നിന്ന് 1,000 വീണ്ടും ടോപ്പപ്പ് ചെയ്തു, ബാക്കി 1,160 അവിടെ വിഡ്രോ ചെയ്യാം. തീർന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ ലെവലിംഗ് എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിന്റെ ലെവലിംഗ് എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. ഒരു $5,000 മുതൽ $10,000 പെർ ഡേ കിട്ടുന്ന അവസ്ഥയിലേക്ക് ഒരു ഡയമണ്ട് ലീഡർ മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. $10,000 വരുമാനമെങ്കിൽ ഒരു ദിവസം 4 പ്രാവശ്യം അദ്ദേഹം ടോപ്പപ്പ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ ആ ദിവസത്തെ ഇൻകം വിഡ്രോ ചെയ്യാൻ പറ്റൂ. കാരണം അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാവരും ഇതുപോലെ ടോപ്പപ്പ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാം റെഫറൽ കമ്മീഷൻ അദ്ദേഹത്തിന് കിട്ടുകയാണ്. ആ റെഫറൽ കമ്മീഷൻ കിട്ടുന്ന വേറൊരു ലെവൽ നോക്കൂ. ലെവൽ ഇൻകം 10%. സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്താൽ 3rd ലെവൽ മുതൽ 5% കൂടെ അഡീഷണൽ കിട്ടും. സോ നമ്മൾ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തിട്ട് ഒരു ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് ചെയ്താൽ ഫസ്റ്റ് ലെവൽ ഇൻകം 10% സ്ഥാനത്ത് 15% കിട്ടും. കാരണം ലെവൽ ഇൻകം 10% ഉണ്ട്, സിൽവറിന് 5% ഉണ്ട്. രണ്ടും കൂടി കിട്ടും ആ ഡയറക്റ്റ് എൻട്രി എടുക്കുമ്പോൾ. സെക്കൻഡ് ലെവലിൽ എൻട്രി നടന്നാൽ സിൽവർ റാങ്ക് ആണെങ്കിൽ 5% സെക്കൻഡ് ലെവലിലും കിട്ടും, സിൽവറിന് 5% 10% കിട്ടും. അപ്പോൾ ഫസ്റ്റ് ലെവൽ ഇൻകം ഡയമണ്ട് റാങ്ക് ക്വാളിഫൈ ചെയ്താൽ 30%-ലേക്ക് മാറ്റാം. സെക്കൻഡ് ലെവൽ ഇൻകം ഡയമണ്ട് റാങ്ക് ക്വാളിഫൈ ചെയ്താൽ 25%-ലേക്ക് മാറ്റാം. 3rd ലെവൽ മുതൽ 20% അതും കിട്ടും. അപ്പോൾ ഒരേ ലെവലിലാണെങ്കിലോ? നോക്കൂ, സിൽവർ റാങ്ക് ക്വാളിറ്റിയിലെ ക്രൈറ്റീരിയ എന്താണെന്നറിയോ? സിമ്പിൾ ആണ്. നമ്മുടെ പാക്കേജ് $100 ആയിരിക്കണം. 5 ഡയറക്റ്റ് ബിസിനസ് എടുത്തിട്ടുണ്ടാവണം. 5ന്റെ സ്ഥാനത്ത് 10, 15, 20 എത്ര ഒന്നും എടുക്കാട്ടോ, പ്രശ്നമൊന്നുമില്ല. 6, 7, 8 എങ്ങനെയുള്ള എടുക്കാം. ആ ഡയറക്റ്റ് ബിസിനസ്സിലൂടെ $500 ബിസിനസ് ചെയ്തിട്ടുണ്ടാവണം. സിമ്പിൾ ക്രൈറ്റീരിയ ആണല്ലേ എല്ലാം. ടോട്ടൽ ബിസിനസ് വോളിയം $5,000 ആയിരിക്കും. അപ്പൊ ഇത് കേട്ടപ്പോൾ ഒരാൾ പറയാണ്, സാറേ ഞാൻ $100 പാക്കേജ് എടുക്കാം, 1000ന്റെ 5 പേരെ ഞാൻ സ്പോൺസർ ചെയ്യുന്നു. അയാൾ സിൽവർ ആയെന്നേ. അയാൾ സിൽവർ ആയപ്പോ തന്നെ നോക്കൂ, $100 പാക്കേജ് എടുത്തു, $1,000 5 പേരെ സ്പോൺസർ ചെയ്തു. അപ്പൊ തന്നെ അയാളുടെ വരുമാനം എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. അയാളുടെ വരുമാനം എത്രയാ? 10% വെച്ച് കിട്ടുകയാണ്. 5 പേര് $500 ആയി, സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തു. ഇനി ഒരു എൻട്രി അയാൾ എടുക്കുമ്പോൾ 6ാമത്തെ എൻട്രി 1000ന്റെ എടുത്താൽ അദ്ദേഹത്തിന്റെ വരുമാനം എത്രയാ? $150. അദ്ദേഹത്തിന്റെ പാക്കേജ് $100 ഉള്ളൂ. വരുമാനം ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒന്നും വിഡ്രോ ചെയ്തിട്ടില്ല എന്ന് ഇമാജിൻ ചെയ്യൂ. 5 പേരെ വെച്ചപ്പോൾ $500 വന്നു, 6ാമത്തെ എൻട്രി വെച്ചപ്പോൾ $150, $650 ആയി. 7ാമത്തെ എൻട്രി വെച്ചപ്പോൾ വീണ്ടും $150. അങ്ങനെ ഡയറക്റ്റ് എൻട്രി എടുത്ത് പോകുമ്പോഴൊക്കെ അയാളുടെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. നോക്കൂ, സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്താൽ മാത്രം നമ്മുടെ ഇൻകം ലിമിറ്റ് മാറുകയാണ്. അത് വിഡ്രോ ചെയ്യാൻ $100 പാക്കേജ് അവിടെ നിൽക്കുകയാണ്, വരുമാനം ഇങ്ങനെ കുമിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചു, 300 വിഡ്രോ ചെയ്തു, ആ 300 വീണ്ടും ടോപ്പപ്പ് ചെയ്തു. വേണ്ട, 200 എടുത്തോ, 100 ടോപ്പപ്പ് ചെയ്തോ. 300 ടോപ്പപ്പ് ചെയ്താൽ 900 വീണ്ടും വിഡ്രോ ചെയ്യാലോ. എങ്ങനെ വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാം. സിസ്റ്റം സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഗോൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ വേറെ അഡീഷണൽ ക്വാളിഫിക്കേഷനിലെ ടീം വോളിയം കൂടുക $25,000. 2 സിൽവർ ഇൻ പല ഡിഫറെന്റ് ലെഗ്. 5 പേരെ ഡയറക്റ്റ് സ്പോൺസർ ഉണ്ടല്ലോ, 10, 15, 20 എത്ര ആയിക്കോട്ടെ. പക്ഷെ അതിൽ ഏതെങ്കിലും 2 ലെഗിൽ ഓരോ സിൽവേഴ്സ് ഉണ്ടാക്കണം. സിൽവർ വരുമ്പോൾ തന്നെ $5,000 ബിസിനസ് നടന്നു. ഇപ്പൊ 2 സിൽവർ എന്ന് വെച്ചാൽ $10,000 ബിസിനസ് നടന്നു. ബാക്കി ഒരു $15,000 ബിസിനസ് കണ്ടെത്തിയാൽ മതി ഗോൾഡ് റാങ്കിലെത്താം. ഡയമണ്ട് എത്താനോ
അപ്പോൾ 10% നമ്മുടെ ലെവൽ ഇൻകം മാറും കേട്ടോ. ഡയമണ്ട് എമറാൾഡ് ആകാൻ നമുക്ക് വേണ്ടത് 2 ഗോൾഡ് ഉണ്ടാകുക ഓരോ ഡിഫറെന്റ് ലെഗിൽ. ടോട്ടൽ ബിസിനസ് വോളിയം 10,000 എത്തുക. സോ 2 ഗോൾഡ് എന്ന് പറയുമ്പോൾ $50,000 ബിസിനസ് ആയി കഴിഞ്ഞു. കാരണം ഒരു ഗോൾഡ് $25,000 ബിസിനസ്സാണ്. രണ്ടാമത്തെ ഗോൾഡ് $25,000 ബിസിനസ്, $50,000 ബിസിനസ് ആയി കഴിഞ്ഞു. വീണ്ടും $50,000 ബാക്കി ബിസിനസ്സിലൂടെ വന്നാൽ മതി നമ്മൾ എമറാൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്യും. അപ്പോഴത്തേക്കും 15% നമ്മൾ ലിമിറ്റ് ഇൻകം മാറ്റിയെടുക്കാം. ഡയമണ്ട് ആകാൻ $5 ലക്ഷം ബിസിനസ് മതി. 2 എമറാൾഡ് ആകുമ്പോൾ തന്നെ 2 ലക്ഷം ബിസിനസ് ആയി കഴിഞ്ഞു അല്ലേ. ബാക്കി $3 ലക്ഷം ബിസിനസ് വന്നാൽ പോരെ. ഷോർട്ട് ടേമിൽ ഈ റാങ്ക് ഒക്കെ ക്വാളിഫൈ ചെയ്യാനും അത്രയും വലിയ ഇൻകത്തിലേക്ക് മാറാനും പെർ ഡേ $10,000, 10,000 രൂപയല്ല കേട്ടോ, $10,000 നിങ്ങളുടെ കണ്ണ് തള്ളുന്ന ഇൻകം. ഇത് ഏൺ ചെയ്യാൻ ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും ബിഗിനേഴ്സ് ആയി നിന്ന് കളിക്കാൻ പറ്റുന്ന ഗോൾഡൻ ചാൻസ് ആണ് സുഹൃത്തുക്കളെ ഈ ബിസിനസ്സിൽ കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, സാറേ ഇതെങ്ങനെ സാധിക്കും? ഒരേ ലൈനിൽ ഡയമണ്ടും എമറാൾഡും ഗോൾഡും സിൽവറും വന്നാലോ? തീർച്ചയായും അങ്ങനെയൊക്കെ വരുമല്ലോ ബിസിനസ്സിൽ. സിൽവറിന് താഴെയാണ് ഒരു ബിസിനസ് നടന്നതെങ്കിൽ സിൽവറിന് 5% കൊടുക്കും, ബാലൻസ് 5 ഗോൾഡിന് കൊടുക്കും, ബാലൻസ് 5 എമറാൾഡിന് കൊടുക്കും, ബാലൻസ് 5 ഡയമണ്ടിന് കൊടുക്കും. സോ 20% സെറ്റായി. സോ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്. 43% അഫിലിയേറ്റ് പേ ഔട്ട്. 10% ഫസ്റ്റ് ലെവലിൽ, 5% സെക്കൻഡ് ലെവലിൽ, 15%, 20% അൺലിമിറ്റഡ് ലെവലിൽ, 35%, 4% ലീഡേഴ്സ് പൂൾ ഇൻകം എത്രയായി? 39%, 4% ഇൻവെസ്റ്റ്മെന്റ് പൂള് 43%. സോ 43% അഫിലിയേറ്റ് ഇൻകം കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. 52%, 5% ഡെവലപ്പേഴ്സ് ഫണ്ട്. ഈ സിസ്റ്റത്തിന്റെ മെയിൻ്റനൻസിനും ഓഫറുകൾ പ്ലേസ് ചെയ്യാനും ഈ സിസ്റ്റത്തിൽ ഒരു റവന്യൂ വന്നേ പറ്റും. ഇതിന് ഡെവലപ്പേഴ്സിന് വേറെ ഒരു തരത്തിലുള്ള ഇൻകം സോഴ്സ് കൂടെ ഇല്ല. അവർക്ക് മാസ്റ്റർ ആയിട്ടുള്ള ഐഡിയകൾ ഉണ്ട്. ഐഡിയയിൽ വരുന്ന വരുമാനം അവർക്ക് എൻജോയ് ചെയ്യാം. ഡെവലപ്പേഴ്സ് ഫണ്ടിൽ വരുന്ന എമൗണ്ട് ഉപയോഗിച്ച് സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യാം. 52% ലിക്വിഡിറ്റി ഉപയോഗിച്ച് കോയിന്റെ പ്ലാൻ വളരെ പക്കയായിട്ട് കൊണ്ടുപോകാം. എക്കാലം കഴിഞ്ഞാലും ലിക്വിഡിറ്റി ബാലൻസ് ചെയ്യുന്ന രൂപത്തിലുള്ള മനോഹരമായ ഒരു പ്ലാറ്റ്ഫോം ടെതർ ഓഷ്യനിലൂടെ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. സുഹൃത്തുക്കളെ, tetherocean.com എന്ന സൈറ്റ് നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സോ ഇന്ന് തന്നെ ബിസിനസ് വിളിച്ച സുഹൃത്ത് ആരാണെങ്കിലും അദ്ദേഹത്തെ വിളിക്കണം, അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യണം. ഈ ആശയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ ഇനി അവശേഷിക്കുന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഇന്ന് തന്നെ എൻട്രി വെക്കുക. കഴിയുമെങ്കിൽ $20 കൊണ്ട്, അതിന് കഴിയുമെങ്കിൽ $100 കൊണ്ട്, $500 കൊണ്ട്, $1000 കൊണ്ട്. സോ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വിജയ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. ഓവർ ടു ശിവദാസ് സർ. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു മഞ്ജു സർ. ഫാന്റാസ്റ്റിക് പ്രസന്റേഷൻ. താങ്ക് യു വൺസ് അഗെയിൻ. ഇനി നമുക്കൊന്ന് ചെയ്യാനുള്ളത്, കോയിന്റെ സെല്ലിംഗ് കാണാത്തവരുണ്ടോ? അത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് പുതിയ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് കാണിക്കാൻ കുറച്ചും കൂടി ഇതാണ്. ഓൾറെഡി കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. എങ്ങനെയാണ് സെല്ല് ചെയ്യുമ്പോൾ പ്രൈസ് കൂടുന്നതെന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ഒരു ഡിമാൻഡ് ഉണ്ടോ ഇന്ന്? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. കാണാത്തവരുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഈ സിസ്റ്റം എന്താണ്, സെല്ല് ചെയ്യുമ്പോൾ വില കൂടുന്ന, പ്രൈസ് കൂടുന്നതിന്റെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഇനി അങ്ങനെ ആരും ഇല്ല, എല്ലാവരും കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്ന് സെല് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. സെല് ചെയ്തൊന്ന് കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പല പുതിയ പേരുകളും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. സ്ക്രീൻ ഷെയർ കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്, കാണാം കാണാം കാണാം. ഓക്കെ. അപ്പൊ ഇതില് ഇപ്പോ ഇവിടെ കാണിക്കുന്ന പ്രൈസ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 606, 606. ഇത് രണ്ടും 606 നിൽക്കുന്നത്. പക്ഷെ ഇത് 606 രണ്ടും ഒരുമിച്ച് വരില്ല. ഈ സെല്ലിംഗ് പ്രൈസിൽ കുറച്ചും കൂടിയും വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ബൈയിങ് പ്രൈസിൽ 606, പിന്നെ അവിടുന്ന് കുറച്ച് ഡെസിമൽ ഉണ്ടാവും. നമ്മളിതൊരു 6 ഡിജിറ്റിലേക്ക് കംപ്രസ് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരേ പ്രൈസിൽ കാണുന്നത്. ഇങ്ങനൊരു സംശയം ഇന്നാളൊരു ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ക്ലാരിഫൈ. കണ്ടില്ലേ മജി സാറേ? രണ്ടും 606 നിൽക്കുന്നേ. കാണുന്നുണ്ട്. കാരണം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും കുറെ ഡിജിറ്റ് ഉണ്ടാവും. അതിനെ ലിമിറ്റ്. അതെ. അതുകൊണ്ടാണത്. അവിടെ 6065 4 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ. ഇനി ഞാൻ അതിന്റെ കോയിൻസ് ഇത്രയുണ്ട്. 1012 കോയിൻസ് ഉണ്ട്. അതിന്റെ വാല്യൂ അവിടെ താഴെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ടോട്ടൽ സപ്ലൈ കോയിൻസ് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. എന്റെ വാലറ്റിലുള്ള ബാലൻസ് ഇവിടെ ടെതർ USDT 0 ആണ്. കുറച്ച് BNB ഫീസിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പൊ ഞാൻ ഇനി വിൽക്കുമ്പോൾ ഞാൻ കുറച്ച് കോയിൻസ് ഞാൻ വിൽക്കാൻ പോവാണ്. ഒരു 50 കോയിനോളം വിൽക്കാം നമുക്ക്. അപ്പൊ ഈ പറയുന്ന 155,606 വിൽക്കാൻ പോകുന്നത്. അവിടെ ഒരു 50 കോയിൻ വിൽക്കുകയാണ്. 50 കോയിൻ വിൽക്കുമ്പോൾ കിട്ടുന്ന എസ്റ്റിമേറ്റഡ് USDT അവിടെ താഴെ കാണിച്ചിട്ടുണ്ട്, റേറ്റ് കാണിച്ചിട്ടുണ്ട്, എസ്റ്റിമേറ്റഡ് USDT കാണിക്കുന്നുണ്ട്. $7.78 ആണ് ടോട്ടൽ അതിന്റെ വരുന്നത്. ബട്ട് അതിന്റെ ലിക്വിഡിറ്റി ഫീസ് ആയിട്ട് 10% ഡിഡക്ഷൻ ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് വരുന്നത് 7.7803. അപ്പൊ 7.7803 എന്ന് പറയുമ്പോൾ 7.7803 ഇൻറ്റു 90% എമൗണ്ട് ആണ് എനിക്ക് കിട്ടുക. അപ്പൊ 7.0027 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കണം എനിക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സെല് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്റെ വാലറ്റ് ഓൾറെഡി 0 ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം വരണേ. പ്രൊസീജിയർ നമ്പർ 1, നമ്മൾ കോയിൻസ് അവിടെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, കോയിൻസിന്റെ എണ്ണം കൊടുക്കുന്നു, സെല്ലടിക്കുന്നു. ബ്ലോക്ക് ചെയിനിൽ നമ്മൾ കൺഫർമേഷൻ കൊടുക്കുകയാണ്. കോയിൻസ് സെല്ലായി. എന്റെ ബാലൻസ് ഇവിടെ 962 കുറഞ്ഞു. 1012 ഉണ്ടായിരുന്നു, 912 കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബൈ പ്രൈസും സെൽ പ്രൈസും കുറച്ച് നേരം എടുക്കും ഒന്ന് അപ്ഡേഷൻ ആവാനായിട്ട്, കുറച്ച് സെക്കൻഡ്സ് എടുക്കും. ഇനിയും എന്റെ വാലറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പറയുന്ന നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് 7.0027 ആണ്. അത് എക്സാക്ട്ലി ആ എമൗണ്ട് തന്നെ 7.0027 എന്റെ വാലറ്റിൽ വന്നു കഴിഞ്ഞു. വെറും സെക്കൻഡ്സിനുള്ളിൽ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് നേരത്തെ സിസ്റ്റത്തിന്റെ ബാക്കെൻഡിലുള്ള ഡാറ്റാബേസ് കാൽക്കുലേഷൻ ആണ്. അപ്പൊ ഡാറ്റാബേസ് കാൽക്കുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൈസിന്റെ ഒരു അപ്ഡേഷൻ നമുക്ക് കാണാൻ പറ്റും. അത് കുറച്ച് സമയം എടുക്കും. അത് കാൽക്കുലേഷൻ ആണ്. ഇതൊരു ഹെവി സോഫ്റ്റ്വെയർ ആണ്, നോർമൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ല, അതുകൊണ്ടാണത്. അപ്പോൾ നെക്സ്റ്റ് ഒരാൾ വരുമ്പോഴേക്കും അയാൾക്ക് കിട്ടുന്ന റേറ്റ് വ്യത്യാസം വരും. നമ്മൾ കണ്ടില്ലേ, ഇതാ മാറിക്കഴിഞ്ഞു. 606 നേരത്തെ ഉണ്ടായിരുന്നത് സെൽ പ്രൈസിലേക്ക് മാറി. അതുപോലെ 61 അവിടെ റേറ്റ് കയറുകയും ചെയ്തു, സെല്ലടിച്ചതാണ്. അപ്പൊ ഇതാണ് നമ്മൾ സെല്ല് ചെയ്യുമ്പോഴും പ്രൈസ് കൂടുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലോക്ക് ചെയിനിലെ ട്രാൻസാക്ഷൻ ഒന്ന് കാണിച്ചു. സെയിം ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയിൻ. ഓക്കെ, സെയിം ട്രാൻസാക്ഷൻ ഞാൻ ഇതിൽ പോകുന്നു. നമ്മളിവിടെ 32,381 കോൺട്രാക്ട് ബാലൻസ് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മൾ ബ്ലോക്ക് ചെയിനിലേക്ക് പോകും, നമ്മുടെ BSC ഇതിലേക്ക് പോകും. അവിടെ നമ്മൾ നമ്മുടെ ബാലൻസ് കാണിക്കുന്നുണ്ട് 32,381. അവിടെയും നമുക്ക് 32,381 ബാലൻസ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ടോക്കൺ ട്രാൻസ്ഫറിൽ പോവാം. ടോക്കൺ ട്രാൻസ്ഫറിൽ പോയി കഴിഞ്ഞാൽ ക്ലെയിം വെർച്വൽ എന്ന് പറയുന്ന ഹെഡർ ആയിരിക്കും വരുന്നത്. എന്ത് ടൈപ്പ് ഓഫ് വിഡ്രോവൽ ആണ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ആണ് നിങ്ങൾ ചെയ്തതെന്നുള്ളതിന്റെ വ്യക്തമായിട്ട് അവിടെ ഉണ്ടാവും. ഈവൻ അഡ്മിൻ അതിൽ നിന്ന് വിഡ്രോ ചെയ്താലും ഇവിടെ വരും. പൊതുവെ അഡ്മിൻ വിഡ്രോവൽ ഒന്നും ബ്ലോക്ക് ചെയിനിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ നറേഷൻ കൊടുക്കാറില്ല. പക്ഷെ ഇവിടെ നമ്മുടെ എല്ലാം അങ്ങനെയാണ്. എല്ലാത്തിനും ഒരു നറേഷൻ ഉണ്ടാവും, എന്തായിരുന്നു ആ പർപ്പസ് എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് മെത്തേഡിലാണ് അത്, ബൈ ആണോ അല്ലെങ്കിൽ സെല്ലാണോ അല്ലെങ്കിൽ ഒരു ജോയിനിങ് ആണോ, എന്താണ്, വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പൊ ആ ഫസ്റ്റ് ട്രാൻസാക്ഷൻ 1 മിനിറ്റ് മുമ്പായിരുന്നു. അതിന്റെ എമൗണ്ട് 7.006999. അതാണ് 67 എന്ന് പറഞ്ഞിട്ട് റൗണ്ട് ഓഫ് ചെയ്തിട്ട് അവിടെ കാണിച്ചത്, അല്ലെങ്കിൽ 227 എന്ന് പറഞ്ഞ് റൗണ്ട് ഓഫ് ചെയ്ത്. ഇതാണ് അതിന്റെ എക്സാക്ട് ഫിഗർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ സിസ്റ്റം. അപ്പൊ തന്നെ നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു ലൈവ് ആയിട്ടുള്ള സിസ്റ്റമാണിത്. ടോട്ടലി ലൈവ് ആണ്. നമുക്കിതിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട. ഈവൻ ദി അഡ്മിൻസ് ആർക്കും ഒന്നും ഒരു ഹാൻഡും ഇതിനകത്തില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഇന്ന് സംസാരിക്കാനില്ല. അപ്പൊ അടുത്ത